Good morning, everyone. Good morning. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Am I audible? Hello. Okay. Hi. Hi everyone. എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ്, ഷാഫി ഇൻസ്പയർസ് നടത്തുന്ന ശരത്. Okay. Thank you. All right. So welcome back once again. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കാണുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Okay. Do you guys miss me? എന്നെ മിസ് ചെയ്തിരുന്നോ? എന്താണ് വിശേഷങ്ങൾ? അതോ ചുമ്മാ നല്ല ക്ലാസ്സുകളൊക്കെ എൻജോയ് ചെയ്ത് എങ്ങനെ പോവായിരുന്നു? വാട്ട് വാസ് ഹാപ്പനിങ്? ടെൽ മീ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ വെച്ചാൽ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്നത്. സോ വാട്ട് വാസ് ഹാപ്പനിങ്? ടെൽ മീ ഹൗ തിങ്സ് ആർ ഗോയിങ് ഇൻ വി ഹാവ്. നിമ്മി, ഹായ്, ഹൗ ആർ യു ഡൂയിങ്? ജോസഫ് സർ, മൈമുനത്ത് മാം, അനിത, ഹായ് അർഷദ്, ഹായ് റെഹാനത്ത്. ഓൾ റൈറ്റ്. ഓക്കെ അർഷദ്, ഇന്നലെ നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടായിരുന്നു, പങ്കെടുത്തിരുന്നോ? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം ശരത് എല്ലാവർക്കും. ഓക്കെ, ഉണ്ടായിരുന്നോ അർഷദ്? പങ്കെടുത്തിരുന്നോ? ഓക്കെ, അടിപൊളി സെഷൻ ആയിരുന്നു. അടിപൊളി, ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ പറ്റി. ഓക്കെ, ഫുൾ പോസിറ്റീവ് ആണ്. ഹാപ്പി ആയിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് നമ്മളുടെ ആ ഒരു തെറാപ്പി ചെയ്തതിന് ശേഷമുള്ള പിന്നീടുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പോയോണ്ടിരിക്കും. ഒരു കാര്യങ്ങളും മുടക്കില്ലാതെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച് ഇങ്ങോട്ടാ വരുന്നത്. അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല, ഒക്കെ ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അതായത് ഇപ്പം അർഷദ് ഇവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ എനർജി ഷിഫ്റ്റിന്റെ കാര്യമാണ്. അതായത് നമ്മളുടെ ഉള്ളില് ചി എന്ന് പറയുന്ന നമ്മളുടെ ജീവനായിട്ടുള്ള നമ്മുടെ എനർജി ഉണ്ട്, റിയൽ എനർജി. നമ്മളിവിടെ ചെയ്യുന്ന സംഗതി ഒരു എനർജി വർക്ക് കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യുന്ന ഹീലിംഗ്. ഓക്കെ, സോ നസീറ പറയുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നു. ഫസ്റ്റ് ടൈം ആണ് എങ്കിൽ നന്നായിട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, സജീറ, ഓക്കെ, താങ്ക് യു. നസീറ ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, വെരി ഗുഡ്. നസീറ, ബി ഹിയർ, നന്നായിട്ട് എന്ത് ചെയ്യാൻ കേൾക്കാം. അപ്പോൾ അർഷദ് പറഞ്ഞത് നമ്മളുടെ എനർജി ഷിഫ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കംപ്ലീറ്റ്ലി നമ്മളുടെ യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്റ്റഡ് ആണ്, നമ്മൾ ഹയർ എനർജി ആയിട്ട് കണക്റ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന ഒരു സ്റ്റേറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നതായിട്ട് നിങ്ങളുടെ ആ ഫ്ലോ ആയിട്ട് കറക്റ്റായിട്ട് ഉണ്ടാവും. നിങ്ങളിങ്ങനെ കറക്റ്റ് അതിലേക്ക് ഇങ്ങോട്ട് എത്തി ഇന്ന് റെഡി ആവാനുണ്ട്. പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മളുടെ സെൽഫിനെ നമുക്ക് നഷ്ടപ്പെടും. സെൽഫിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന എനർജി സെൽഫിനെ നമുക്ക് നഷ്ടപ്പെടും. വി ആർ ആക്ച്വലി ഡിസ്കണക്റ്റിംഗ് ഫ്രം അസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ഒരു 2-3 days ബാക്ക്, കഴിഞ്ഞ സൺഡേ അല്ല സാറ്റർഡേ, നമ്മളുടെ ഒരു ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീം മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ട്. ടീം മീറ്റിംഗ് എന്തിനാണ്? നിങ്ങളെ ഹീൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ടീം മെമ്പേഴ്സിനെ നമ്മൾ ഹീൽ ചെയ്യും. അപ്പോൾ അതെന്തിനാണ്? ഇപ്പം ഞാൻ ഹീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നമ്മളൊരു വർക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വർക്കിൽ നമ്മൾ നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലേക്ക് ഹീലിംഗ് നമുക്ക് എല്ലാവർക്കും കിട്ടിയേ പറ്റും. അപ്പോൾ നമ്മുടെ ടീം മീറ്റിങ്ങിൻ്റെ ഒരു ഹീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹീലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഒത്തുകൂടി. കാരണം നിങ്ങളെ ഹീൽ ചെയ്യാനുള്ള സ്ട്രെങ്ത് അവർക്ക് ഡെവലപ്പാണ്. അപ്പോൾ അങ്ങനെ ഹീൽ ചെയ്ത സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ലൈഫിൽ നമ്മൾ നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമ്മളുടെ സെൽഫിനെ പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയുള്ളത്. അതെന്താണെന്ന് പറഞ്ഞുതരാം. നമുക്കൊക്കെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൂടും. ലിമിറ്റിംഗ് ബിലീഫ്സ്, ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ളിലേക്ക് കയറി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഓക്കെ, ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടിയാൽ നമ്മളുടെ ലൈഫ് പിന്നെ ആ ലിമിറ്റിംഗ് ബിലീഫ്സ് നിയന്ത്രിക്കാൻ തുടങ്ങും. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ട്,
അയാളെ ഒരു കയറ് കൊണ്ട്, ഒരുപാട് കയറുകൾ കൊണ്ട് അയാളുടെ ചുറ്റും ഇങ്ങനെ ചുറ്റി 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 ഒരു ഇഞ്ച് പോലും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ അയാളെ ഇങ്ങനെ ചുറ്റി കെട്ടുകയാണ്. ഇങ്ങനെ ചുറ്റി 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 അയാൾ മൊത്തം ചുറ്റി കഴിഞ്ഞു. അപ്പൊ അയാളെ കാണാൻ പറ്റുന്നുണ്ടോ? അയാളെ കാണാൻ പറ്റുന്നുണ്ടോ? അയാളെ കാണാൻ പറ്റുന്നില്ല. കാരണം കയറേ കാണാൻ പറ്റുന്നുള്ളൂ. ഈ കയറിന്റെ പ്രത്യേകത എന്താണ്? ആ കയറിന്റെ മുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ത്? ഓരോ കയറിനും ഓരോ പേരുള്ളത് പോലെയാണ്. ഒരു കയറിന്മേൽ എഴുതിയിട്ടുള്ളതാണ് ഞാൻ പോരാ. ഒരു കയറിൽ എഴുതിയിട്ടുള്ളത് എന്താ വെച്ചാല് നീ ഒന്നിനും കൊള്ളില്ല, നിന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. ആരാണ് ഈ കയറ് കെട്ടിത്തന്നത്? കയറ് കെട്ടിയത് ആക്ച്വലി ഒരു പ്രാവശ്യം കയറ് എടുത്ത് തന്നിട്ടുള്ളൂ. നമുക്ക് കെട്ടിയത് നമ്മളാണ്. കെട്ടിയത് നമ്മളാണ്. നമ്മുടെ കയ്യിലേക്ക് തന്നതാണ് ആ കയറ്. നമ്മളത് വാങ്ങിച്ചും ചെയ്തോ കെട്ടുകയും ചെയ്തു. മുറുക്കി ടൈറ്റായിട്ട് കെട്ടി. നമുക്ക് നമ്മളെ കുറെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ലേബലുകളുണ്ട്. നമ്മുടെ പുറത്ത് ഈ ലേബലുകൾ അപ്പൊ കാണുന്നത്. ആ ലേബലുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കയറുകൾ. അപ്പൊ നമ്മളുടെ കഴിവ് പുറത്തേക്ക് വരാൻ കഴിയാതെ ആ ലേബലിനുള്ളിൽ അതെന്തൊക്കെയാണ്? നീ എവിടെയും എത്തില്ല, നീ ഒന്നിനും കൊള്ളില്ല, നീ ടൈം വേസ്റ്റ് ആക്കുന്ന ഒരാളാണ്, നീ മടിയനാണ്, നീ നീട്ടി വെക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ്. നമ്മളോട് പറയുന്ന ചില സ്ക്രിപ്റ്റുകളുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. കാരണം ഒരു പ്രാവശ്യമാണ് അവർ ചെയ്തിട്ടുള്ളൂ. അതിനെക്കുറിച്ച് പലതവണ ചിന്തിച്ചത് നമ്മളാണ്. യെസ് ഓർ നോ? റിപ്പീറ്റ് ചെയ്തത് ശരിയല്ലേ? അവരൊന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ട് പോയി. അത് ഏറ്റെടുത്തിട്ട് ആ ഒരു പ്രാവശ്യം പറഞ്ഞതിനെ കുറിച്ച് വിഷമിച്ചിട്ട് വീണ്ടും ചിന്തിച്ച് ഞാൻ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നി, ഡൗട്ടായി, വീണ്ടും വീണ്ടും ചിന്തിച്ച് നമ്മൾ ആ രൂപത്തിലേക്ക് പോയി. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. യെസ്. ഇതാണ് നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങളോട് പറയുന്ന ഡയലോഗ്സ് ഓരോ കെട്ടലുകളാണ്. നിങ്ങളോട് പറയുന്ന ഡയലോഗ്സുകളുണ്ട്. ആ ഡയലോഗ്സ് എന്താണ്? അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഓരോ ഇമേജസ് കാണാൻ പറ്റും. ആ ഇമേജസ് എന്തൊക്കെയാണ്? നിങ്ങൾ നാച്ചുറൽ, അത് നിങ്ങളുടെ സംസാരത്തിൽ കാണാൻ പറ്റും. വിഷ്ണു അല്ലേ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത്? നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മുടെ ഷെഹില ക്ലാസ് എടുത്തിരുന്ന സമയത്ത് വിഷ്ണു ഒരു ഡൗട്ട് വെച്ചിരുന്നു അല്ലേ? ഓ, വിഷ്ണു എന്താ പറഞ്ഞിരുന്നേ? ഒന്ന് പറയാവോ ആ ഡൗട്ട് ചോദിച്ചതിനെ പറ്റി? എനിക്ക് ഭയങ്കര എന്താണ് ഓവർ തിങ്ക്. ഓവർ തിങ്കിങ്. എന്താ ഒന്നുകൂടെ പറഞ്ഞത്? ഓവർ തിങ്കിങ് അങ്ങനെയല്ല, ജസ്റ്റ് ആ ഒരു വിഷ്ണു അത് പറഞ്ഞിരുന്ന അതേ ഒരു എന്താണ് വിഷ്ണുവിന്റെ പ്രോബ്ലം? ജസ്റ്റ് ഒന്ന് പറയാവോ? ഇപ്പോഴാ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. വിഷ്ണു അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഓവർ തിങ്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? അത് ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് നിക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ച്, ഞാൻ ഈ റൂഫിന്റെ പണിക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ തറയിൽ വന്ന് വീഴുന്നത് നെഗറ്റീവായിട്ട്, നിന്നെ കൊണ്ട് പറ്റൂല, ഒരു ചെറിയ രീതിന്ന് തുടങ്ങുന്നതാണ്. പിന്നെ അങ്ങോട്ട് ഞാൻ ചിന്തിച്ച് ചെറിയ രീതിന്ന് തുടങ്ങി. പിന്നെ ഞാൻ തന്നെ അങ്ങ് ഒരുമാതിരി തളർന്ന് അല്ല മൂഡ് പോയാണെങ്കിൽ ഒരുമാതിരി പോയി മാറിയിരിക്കും. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടോ? നിങ്ങള് പറഞ്ഞ വാചകം അതുപോലെ ഒന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയറല്ല, അത് 2-3 കയറിപ്പോ കെട്ടിക്കഴിഞ്ഞു. ഞാനിങ്ങനെ ചിന്തിച്ച് നെഗറ്റീവായി ചിന്തിച്ച് അതൊരു കയറ്. മനസ്സിലാണ്ടോ? അതൊരു ലേബലാണ്. ഞാനിങ്ങനെ നെഗറ്റീവായി ചിന്തിച്ച് ഞാനിങ്ങനെ ഓവറായി തിങ്ക് ചെയ്ത് ഞാൻ തളർന്ന് ഞാനൊരു മൂലക്കിൽ പോയി ഇരുന്ന് ആ ഒരു ഇമേജ് മൊത്തം കാണുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ആളെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഇങ്ങനെ സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന ഒരാള്, ഞാൻ തളർന്ന് പോയി ഇരിക്കുന്ന ഒരാള്,
അല്ലേ? ഒരു മൂലയ്ക്കിൽ പോയി ഇരിക്കുന്ന ഒരാള്. യെസ് ഓർ നോ? ഇതൊക്കെ ഓരോ ഇമേജ് ആണോ? യെസ്. പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എനിക്കിങ്ങനെ കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ഇനി ആരോടും പറയാൻ പാടില്ല, ഇനി ചിന്തിക്കാൻ പാടില്ല, ഇനി സംസാരിക്കാൻ പാടില്ല. നമ്മളിൽ അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു മണ്ടത്തരം അതാണ്. നിങ്ങളിൽ അധികം ആൾക്കാരും വലിയ പെയിനിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ശരത്, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണേ. ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം ഈ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള വാചകങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡിലേക്കുള്ള കമാൻഡ്സ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം മൈൻഡിലേക്കുള്ള കമാൻഡ്സ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്നതും ഫീൽ ചെയ്യുന്നതും എല്ലാം മൈൻഡിലേക്കുള്ള കമാൻഡ്സ് ആണ്. അപ്പൊ ഇനി നിങ്ങൾ കഥകൾ പറയാൻ പാടില്ല, നെഗറ്റീവായിട്ടുള്ള സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പണ്ട് സംഭവിച്ചത്, ആ സംഗതികൾ, ഈ കാര്യങ്ങൾ, ഈ സംഗതികൾ, ഇതൊന്നും സംസാരിക്കാൻ പാടില്ല. നെവർ ടോക്ക് അബൌട്ട് എനിത്തിങ്. പണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അന്ന് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അത് സംഭവിച്ചു, ഞാൻ അതായിരുന്നു, ഞാൻ ഇതായിരുന്നു, എനിക്ക് പണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതൊക്കെ പറയുന്നത് എന്താണ്? ഇപ്പം കഴിയുന്നില്ല, ഇപ്പം കഴിയുന്നില്ല, ഇപ്പം കഴിയുന്നില്ല, ഇപ്പം കഴിയുന്നില്ല. ആം ഐ റൈറ്റ്? സോ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വേറെ ആരെങ്കിലും എന്താ പറയാറുള്ളത്? നിങ്ങൾ ജസ്റ്റ് നമുക്കിതൊരു എക്സസൈസ് ആക്കി എടുക്കാം. റെഡി? നമുക്കൊരു ട്രെയിനിങ് തന്നെ തരാം നിങ്ങൾക്ക്. റെഡിയാണോ? ഞാൻ എൻ്റെ ടീമിന് കൊടുത്ത ട്രെയിനിങ്ങിൽ പെട്ടൊരു സംഗതിയുണ്ട്. അപ്പോൾ അത് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ അത് നിങ്ങളെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള സംഗതികൾ പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും. ബി ഹിയർ ഇൻ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പിഴച്ചു പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് തളർന്നു പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡേ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ഡേ പിന്നെ നോക്കിയാൽ മതി. ഒരു വർഷം നിങ്ങൾക്ക് വിൻ ചെയ്യണം. വിൻ യുവർ ഡേ. ഒരു ദിവസം നിങ്ങൾ വിൻ ചെയ്യാം. ഓക്കെ? ഒരു വർഷം നിങ്ങൾ വിൻ ചെയ്യാൻ നിങ്ങൾ ഒരു ഡേ വിൻ ചെയ്യുക. ഒരൊറ്റ ദിവസം നോക്കിയാൽ മതി. ഇന്നത്തെ കാര്യം ഇന്ന് നോക്കിയാൽ പോരെ, നാളത്തെ കാര്യം നാളെ നോക്കിയാൽ പോരെ. സീനത്ത് ചോദിക്കുന്നു ഓവർ തിങ്കിങ് പോസിറ്റീവ് ആണ്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓവർ തിങ്കിങ് അല്ലേ? അത് പോസിറ്റീവ് ആയാലും കഴിഞ്ഞു. ഓവർ തിങ്ക് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് പോയിട്ട് ഉറക്കമില്ല, പിന്നെ അത് നെഗറ്റീവിലേക്ക് പോകും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഓവർ തിങ്കിങ് എന്താണെങ്കിലും എന്താണ് ഇങ്ങനെ പറയാം. പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമുള്ളതിനേക്കാട്ടിലും അളവിൽ കൂടുതൽ എന്തും പോയിസൺ എന്നാണ് പറയുന്നത്. സുഖം അളവിൽ കൂടുതലായാൽ പോയിസൺ ആണ്, അപകടമാണ്. മടി അളവിൽ കൂടുതലായാൽ പോയിസൺ ആണ്. തിങ്കിങ് അളവിൽ കൂടുതലായാൽ പോയിസൺ ആണ്. നമ്മൾ അതുകൊണ്ട് കുടുങ്ങും, മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം. നമ്മൾ ആ ലെവലിൽ വളർന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പോസിറ്റീവ് നന്നായിട്ട് ഓവറായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും. പക്ഷെ നമ്മളത് മാനേജ് ചെയ്യാനുള്ള, അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള പവർ നമുക്കില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഭയപ്പെട്ടു പോകും, പേടിച്ചു പോകും. നമുക്ക് അത് താങ്ങാൻ പറ്റാത്ത, അത് നേരെ നെഗറ്റീവിലേക്ക് കണ്ടുപോട്ടോ ഓവറായിട്ട് പോകും. അപ്പൊ ഒരു ബാലൻസ്ഡ് ആയിട്ട് മതിയല്ലോ. പോസിറ്റീവായിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്ത്, ഞാൻ പറയുന്നത് വെച്ചാൽ പോസിറ്റീവായിട്ട് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ എത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ വല്ലാണ്ട് തളർത്തി കളയുക, നിങ്ങൾ വല്ലാണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടാവുക, അതാണ് ഓവർ തിങ്കിങ്. ഓക്കെ, ഹബീബായി ചോദിച്ചോളൂ. സംശയം ചോദിക്കാനുണ്ട്. നിങ്ങൾ പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും കേട്ടോ. സർ, ഞാൻ ഹബീബ് ഭായിയുടെ വൈഫാണ്. ഇദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഞാനൊരു ഡൗട്ട് ചോദിക്കാനാണ്. ഇപ്പോ എല്ലാവരും ഈ എപ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ പോസിറ്റീവ് തിങ്കിങ്ങിന്റെ കാര്യമൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ ശരിക്കും പരിശോധിച്ചാല് ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം, അവരെപ്പോഴും നെഗറ്റീവ് പറയുന്നവരാണ്. പക്ഷെ അവരുടെ ലൈഫിൽ ഭയങ്കര സക്സസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായിട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞ പോലെ ചില ബിലീഫ് നമ്മളുടെ ഉള്ളിൽ ബ്ലൂ പ്രിന്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മള് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ പോകുമ്പോ ആ ഡോക്ടറെ കാണാൻ പറ്റാറില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആയാലും പറയും നമ്മളൊന്നും ചിന്തിക്കാണ്ട് പോവാ, അപ്പൊ ചിലപ്പോ കാണാൻ പറ്റും. അന്നൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു.
അങ്ങനെ ഉം. പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുക. അങ്ങനെ കുറച്ച് ഇതുകൾ ഞങ്ങളുടെ ഉള്ളിൽ വന്നുപോയി. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയാ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണതൊന്നും സംഭവിക്കാത്ത പോലത്തെ ഒരു അനുഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ എക്സാമിന്റെ കാര്യമായാലും ഞാനിങ്ങനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾ, ഓൾറെഡി ഒരു ജോലി ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പരാജയങ്ങൾ ഇങ്ങനെ സംഭവിച്ചു. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഈ പോസിറ്റീവ് തിങ്കിങ്ങും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്തു പോയാലും എനിക്ക് പരാജയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴും ആരെങ്കിലോട് ചോദിക്കണം, ഡൗട്ട് ക്ലിയർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ അടിയുറച്ചു പോയ വിശ്വാസം കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ അവർ അതായത് ഞാൻ പറഞ്ഞുതരാം, പോസിറ്റീവായി ചിന്തിച്ചാലും നെഗറ്റീവ് സംഭവിക്കും എന്ന വിശ്വാസം അവിടെ ഉള്ളത് കൊണ്ടാണ്. പോസിറ്റീവായി ചിന്തിച്ചാലും നെഗറ്റീവായി സംഭവിക്കും എന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഞാൻ പോസിറ്റീവായി ചിന്തിച്ചാലും കാര്യമില്ല, അത് നെഗറ്റീവായി സംഭവിക്കൂ എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്താ സംഭവിക്കുക? നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കും, ഉടനെ മൈൻഡ് പോസിറ്റീവായി ചിന്തിച്ചാലും ഞാൻ നെഗറ്റീവാണ് എനിക്ക് സംഭവിക്കുക എന്ന ചിന്തയിലേക്ക് അത് വഴിത്തിരിയും. അപ്പൊ അവിടെ എന്താ വെച്ചാൽ, അല്ല, ഞാൻ പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവ് തന്നെ സംഭവിക്കും, പോസിറ്റീവ് തന്നെ സംഭവിക്കും, പോസിറ്റീവ് തന്നെ സംഭവിക്കും എന്നതിലേക്ക് എത്തണം. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. യു നീഡ് എഫേർട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് എന്താ വെച്ചാൽ അതിനെ ചേഞ്ച് ചെയ്യണം, പോസിറ്റീവിലേക്ക് തന്നെ വരും. പിന്നെ നെഗറ്റീവായി ചിന്തിച്ച ആൾക്കാർക്ക് ഭയങ്കര റിസൾട്ട് ആണെന്ന് പറഞ്ഞു അല്ലെ, നല്ല സക്സസ്ഫുൾ ആണ് കാര്യങ്ങൾ. കാര്യം പറയട്ടെ, ഇപ്പൊ അവർ ചില കാര്യത്തെ കുറിച്ച് നല്ല പോസിറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ പണം ഉണ്ടാക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലെ കാര്യത്തിലൊക്കെ നല്ല പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിൽ നെഗറ്റീവായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. അപ്പം അവർ സക്സസ്ഫുൾ ആണോ? തീർച്ചയായിട്ടും ഒരു മേഖലയിൽ അവർ സക്സസ്ഫുൾ ആണ്. അവർ പോസിറ്റീവായി ചിന്തിക്കുന്ന ആ മേഖലയിൽ അവർ സക്സസ്ഫുൾ ആണ്. അവരൊരിക്കലും നെഗറ്റീവായി ചിന്തിച്ചിട്ട് പോസിറ്റീവ് സക്സസ് ഉണ്ടാവില്ല. നെഗറ്റീവായി ചിന്തിച്ചിട്ട് പോസിറ്റീവ് സക്സസ് ഉണ്ടാവില്ല. എന്ത്? ആ കാര്യത്തിൽ അവർ നെഗറ്റീവ് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ബിസിനസിന്റെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു അവിടെ അവർ ഭയങ്കര പോസിറ്റീവാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. പക്ഷെ അവര് ലൈഫിൽ മറ്റുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവർ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഭയങ്കര ബിസിനസ് മൈൻഡാണ്. നല്ല ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര അത് നടക്കും, ഇത് നടക്കും, അങ്ങനെ നടക്കും, ലൈക്ക് ഭയങ്കര ഹോപ്പും ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. പക്ഷെ അയാളുടെ പേഴ്സണൽ ലൈഫിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളെ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എന്താ വെച്ചാൽ അത്തരത്തിലുള്ള അയാളുടെ ലൈഫിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം പണത്തിനോട് ഭയങ്കര ഒബ്സഷനാണ്. പണത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ്. പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അങ്ങനെയുള്ള ഒരു മൈൻഡാണ്. അയാളുടെ മൈൻഡ് ആ ഒരു വിഷയത്തിൽ ഭയങ്കര പോസിറ്റീവ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ പണത്തെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അളക്കുക അല്ലെ. സൊസൈറ്റി കൈയടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വിജയമായിട്ട് തോന്നാറുള്ളത്. സൊസൈറ്റി കൈയടിക്കുന്നത് കുറച്ച് കാര്യങ്ങൾക്കാണ്. ഒന്ന്, അവന് ഒരുപാട് സമ്പത്തുണ്ട്, അവന് നല്ല ബിൽഡിംഗ് ഉണ്ട്, അവന് കുറച്ച് സ്ഥലമുണ്ട്, അവന് കുറച്ച് എന്താ പറയുക, ലൈക്ക് വലിയ വാഹനമുണ്ട്, വലിയ കാറുണ്ട്, അവന് വലിയ വലിയ വീടുണ്ട്, അവരല്ലെങ്കിൽ കുറച്ച് ബിസിനസ്സുകൾ എണ്ണം 1 2 3 4 ബിസിനസ്സുകൾ അല്ലെങ്കിൽ 5 8 10 ബിസിനസ്സുകൾ, ബ്രാഞ്ചുകളുണ്ട്. ഇതിന്റെയൊക്കെ വലുപ്പം നോക്കിയിട്ടാണ് സൊസൈറ്റി കൈയടിക്കുക. ഇത് വെച്ച് നോക്കിയിട്ടാണ് സക്സസ് പറയുന്നത്. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. പാഷൻ ഉള്ള മേഖലയിൽ വിജയം ഉണ്ടാവും. അതിനർത്ഥം അയാള് ഓവറോൾ പോസിറ്റീവ് ആണെന്നില്ല. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇതിനോട് വല്ലാത്ത ഒബ്സഷൻ, വല്ലാത്ത താല്പര്യം. അത് വെച്ചിട്ട് വിജയമായിട്ട് നമ്മൾ കണക്കിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നമാണ്. അത് അയാൾക്കും വിജയമായിരിക്കും, നമുക്ക് അതുപോലെ വിജയമായി. പക്ഷെ അത് മാത്രമായിരിക്കില്ല, അയാളുടെ മറ്റുള്ള ലൈഫിലുള്ള ഏരിയാസിൽ ചിലപ്പം ആള് ചിലപ്പോൾ അത്ര നെഗറ്റീവായിട്ട്, ഫെയിലിയർ ആയിട്ട്, ബുദ്ധിമുട്ടായിട്ട്, പെയിൻ ആയിട്ട് പോകുന്നുണ്ടാവും. സോ ഇറ്റ് ഹാപ്പൻസ്. ഓവറോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല വെൽത്ത് ഉണ്ടാവണം, നമ്മൾ പോസിറ്റീവായി. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഓക്കെ, ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് എന്തായിരുന്നു? ഇനി നമുക്ക് ലെറ്റ്സ് കം ബാക്ക്. പലർക്കും പല ചോദ്യങ്ങളുണ്ടാവും, ഞാൻ നിങ്ങൾ ഇതിലേക്ക് വരാം, ആ ചോദ്യത്തിലേക്കൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഒന്ന് സംസാരിക്കാം. എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, നിങ്ങൾ നിങ്ങളോട് പറയുന്ന ചില വാക്കുകൾ എന്താ? അതൊന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും കോമൺ ആയിട്ട് നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്? എന്തായിരിക്കും? എന്തൊക്കെ വാക്കുകളായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുക?
നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വാക്ക്. ഞാൻ പോരാ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എനിക്കിപ്പോഴും റെഡി ആവുന്നില്ല. ശരിയാണോ? എനിക്കിപ്പോഴും കാര്യങ്ങൾ റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ട് വീണ്ടും ഡൗൺ ആയി പോവാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ കഥകൾ സങ്കടങ്ങൾ പറയാ, നമ്മൾ എക്സ്ക്യൂസസ് പറയാ. ഫസീം സൽമാൻ പറയുന്നു, ഐ ആം ഫക്ഡ് അപ്പ്. നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില നെഗറ്റീവ് സ്വഭാവമുള്ള വാക്കുകൾ, അനുഭവങ്ങൾ, കാര്യങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഒന്ന് ചോദിച്ചു നോക്കുക. അത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ തൊട്ടുമുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞില്ലേ, വിഷ്ണു പറയും ഞാനൊരു പരാജയമാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എൻ്റെ കൂടെയുള്ളവർ എല്ലാം ആയി, ഞാൻ മാത്രം ഇങ്ങനെ, എല്ലാം എൻ്റെ മടി കാരണം. വിഷ്ണു കേട്ടോ കെട്ടാണ്, എല്ലാ ദിവസവും ഇരുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് കെട്ടും പുള്ളി. ഷൂ ഇട്ടിട്ട് അതിൻ്റെ ലൈസ് കെട്ടുന്ന മാതിരി രാവിലെ തുടങ്ങി പരിപാടി. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ തുടങ്ങി, എങ്ങനെയെങ്കിലുമൊക്കെ രാത്രി കിടന്നുറങ്ങി കിട്ടുന്ന. ഇത് ഉറങ്ങുന്നത് ഒരേ സാധനമുണ്ട്. അതിന് രാവിലെ തുടങ്ങിയിട്ട് എണീറ്റിട്ട് എന്താ പരിപാടി? ഗുഡ് മോർണിംഗ് സാർ, യെസ്, നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. നമ്മളെ മുന്നിൽ ഇരുത്തിച്ച് നമ്മളോട് പറഞ്ഞു തുടങ്ങാണ്. ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായി അല്ലേ? നമ്മൾ വിടുകയാണ് നമ്മളെ ഡ്യൂട്ടിക്ക്. പിന്നെ നമ്മൾ ഓർക്കുന്നത് എന്താണ്? നമ്മൾ കാണുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ് ബിക്കംസ് ഭയങ്കര പവർഫുൾ. നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ ഉള്ളിലേക്കുള്ള കമാൻഡുകളാണ്. ആ കമാൻഡുകൾ അല്ലെ, മിസ്സിനെ പറയുന്നു ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആണ് എന്ന് ഞാൻ പറയുന്നു സ്വന്തത്തോട്. പിന്നെന്താ? ഇന്നലെ മുതൽ എൻ്റെ ചിന്ത ഈ നിമിഷം വരെ ഞാൻ എങ്ങനെയാണ്? ഇന്നലെ മുതൽ എൻ്റെ ചിന്ത ഈ നിമിഷം വരെ ഞാൻ അങ്ങനെയാണ്. എങ്ങനെയാണ് മിസ്സിന്? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, മിസ്സിന് പറഞ്ഞു സാർ എൻ്റെ ജോലിക്ക് പോകാറുണ്ടായിരുന്നു, ഇന്ന് മുതൽ അവർ വരണ്ട എന്ന്. ഓക്കെ, വരണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ മുതൽ വളരെ ടെൻഷനിലാണ്, പ്ലീസ് റീപ്ലേസ്. അറിയിടാവണ്ട. ഇതിനൊക്കെ കാരണം നിങ്ങൾ എന്തോ കൊണ്ട് നടന്ന്, ഇത്രയും കാലം കൊണ്ട് നടന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. എന്താണത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മിസ്സിനെ. എന്തോ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് നടന്നില്ലേ? അവർക്ക് ഇഷ്ടപ്പെടാത്ത, ആർക്കും ഇഷ്ടപ്പെടാത്ത ചില എന്തോ കാര്യങ്ങളുണ്ടാവും. എന്തായിരിക്കും? ജോലി അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു, അവർ വിചാരിച്ച രീതിയിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരാഗ്രഹിച്ച രീതിയിൽ ടോപ്പ് പെർഫോമർ ആയിട്ടുണ്ടോ? ടോപ്പ് പെർഫോമൻസ്. അപ്പം അത് നിങ്ങൾ ചിന്തിച്ചിട്ടാണ് ഇത്ര മതി എന്ന ഉള്ളിലൊരു ചിന്ത, അതൊരു നെഗറ്റീവ് ചിന്തയാണ്. ഇത്ര മതി, അല്ലെങ്കിൽ ഇങ്ങനെ മതി, ഇത്രയൊക്കെ ജോലി ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കൊണ്ട് നടക്കുന്ന ചിന്തകളുണ്ട്, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിന്തകൾ, ഫേവറേറ്റ് ചിന്തകൾ, നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ചില ചിന്തകൾ, നിങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകൾ. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട്, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം, ഇപ്പൊ കിട്ടും കേട്ടോ സാധനം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിനൊരു ചോദ്യം തരാം, ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സംസാരിക്കാം. ഇതാണ് ചോദ്യം. നിങ്ങൾ, ഓക്കെ, എഴുതിക്കോ. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് ഇതുവരെ എത്തിയില്ല എന്നൊരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് ഇതുവരെ എത്തിയില്ല? ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞേ. നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യമല്ലേ, അതിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ എത്തിയില്ല? ആ വലിയ ലക്ഷ്യത്തിലേക്ക് കിട്ടോ, വലിയ സ്വപ്നത്തിലേക്ക്, ചെറുതിലേക്കല്ല, ഇതുവരെ നിങ്ങൾ എത്തിയതിലേക്കല്ല, ഇതുവരെ എത്താത്ത ആ വലിയ ലക്ഷ്യത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ എത്തിയില്ല? ആരാ മറുപടി പറയാനുള്ളത്? പറ. ഇവിടെ കാണുന്നുണ്ട്. എന്താണ്? ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണ്, ഷാഫി പറയുന്നു. സുബൈദ പറയുന്നു ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല. ഫസീം പറയുന്നു ഞാൻ സീരിയസ് അല്ല. ഓക്കെ, കോഴി എന്തോ പറയുന്നുണ്ട്, എന്താ എനിക്കറിയില്ല. ഓക്കെ, കോഴി ലക്ഷ്യത്തിലെത്താൻ എന്തോ പറയുന്നു. പറയൂ. എന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന ചിന്ത. ഓക്കെ, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഒരു ലക്കില്ല, ആഷ്മി പറയുന്നു. വേറുള്ളവർ പറയുന്നില്ല. എന്തെന്നറിയോ? മിണ്ടണ്ടിരിക്കുകയാണ്. ഉമ്മർക്ക് പേടിയാ. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് വലിച്ച് കീറുമെന്നുള്ള പേടി. അപ്പൊ ബുദ്ധിക്ക് ഇങ്ങനെ ഇരിക്കുക, ബാക്കിയുള്ളവർ പറയട്ടെ, എന്നിട്ട് വേണം ഇങ്ങനെ ഇരിക്കാൻ. ഞാനിപ്പോ പറയണോ?
കമന്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഒരു ലക്കില്ല. എൻ്റെ മടി കാരണം ഒന്നിലും സീരിയസ് ഇല്ല. നമ്മുടെ ചിന്തകൾ തന്നെ. മിനി ബുദ്ധിപരമായിട്ട് ആൻസർ ചെയ്തു മിനി. നമ്മുടെ ചിന്തകൾ തന്നെ. നമ്മുടേത് ഏറ്റെടുക്കണ്ട, നിങ്ങളുടേതാ ചോദിച്ചു. നമ്മുടേതാക്കി മാറ്റണ്ട. നിങ്ങളുടെ എന്താണ് കാരണം അത് പറ. ചിന്തകൾ എന്ന് പറയണ്ട. എനിക്കതിന്റെ കാരണം പേഴ്സണലായ റീസൺ മതി. ജനറൽ ആൻസർ വേണ്ട, ബുദ്ധിപരമായ ആൻസർ വേണ്ട. നിങ്ങൾ എന്തുകൊണ്ട് അവിടെ എത്തി? ഒരുപാട് ലക്ഷ്യം ഉള്ളത് കൊണ്ട്. ഒരുപാട് ലക്ഷ്യമുള്ളത് കൊണ്ടാണെന്ന് പറയുന്നു. ഓക്കെ പ്രജീഷ്. ഓക്കെ, ഞാൻ ഒന്നിനും പോരാ അമൂസിനെ പറയുന്നു. സെൽഫ് അവയർനെസ് കമർജാൻ പറയുന്നു. സെൽഫ് അവയർനെസ് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. സെൽഫ് അവയർ അങ്ങനെയൊന്നും നിങ്ങൾ എഴുതരുത്. നിങ്ങൾ ഭയങ്കര ഫിലോസഫിക്കൽ എഴുതില്ല. നിങ്ങളുടെ കാരണം നിങ്ങൾ എഴുതും. ഓക്കെ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തില്ല. ഒരു പ്രശ്നം കഴിയുന്തോറും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം കഴിയുന്തോറും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഞാൻ അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. റസീന മനസ്സിലായോ? റസീനയുടെ സാധനമാണ് ഉള്ളിൽ ഡെയിലി നടക്കുന്ന ആ ഫേവറേറ്റ് സാധനമാണ് പറഞ്ഞത്. ആ കയറുകളാണ് ഇപ്പൊ ഈ പറയുന്നത്. ഇവിടെ നിങ്ങൾ എഴുതിയതെല്ലാം എന്താണ്? ചുറ്റിലും നസ്രീൻ പഴയരി പറയുന്നു, ചുറ്റിലും ഉള്ളവർ തളർത്തുമ്പോൾ അതിന്റെ മുകളിൽ ആലോചിച്ച് കൂട്ടി നെഗറ്റീവ് അടിക്കുന്നു. ഓക്കെ, ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഐ കാൺ ഫോക്കസ് പ്രോപ്പർലി മൈ വർക്ക്. ഇതല്ലേ നിങ്ങൾ പറയുന്നത്? ഇതല്ലേ നിങ്ങൾ ഓൾമോസ്റ്റ് ഡെയിലി നിങ്ങളോട് പറയുന്നത്? യെസ് ഓർ നോ? ശരിയാണോ? ആഗ്രഹിക്കുന്നു, ശ്രമങ്ങൾ നടക്കുന്നില്ല, മിസ്സിംഗ് ആണ്. ജബാർ പറയുന്നു. എന്നെ കൊണ്ട് അങ്ങനൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കും. ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, അതുപോലെ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ. സൗമ്യ, ഇതൊരു നെഗറ്റീവ് സാധനമല്ലേ? മടി കാരണമാണെന്ന് പറയും. നെഗറ്റീവ് തിങ്കിങ് കാരണമാണ്. മൾട്ടി ടാസ്കിങ് കൊണ്ടാണ്. എല്ലാത്തിലും പരാജയം മാത്രം. എന്റെ കഴിഞ്ഞ കാല ചിന്തകളെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എനിക്ക് പറ്റുമോ എന്ന ചിന്ത. എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരു തോന്നൽ. സോ ഞാൻ ഗോൾ എത്തിയിട്ടുണ്ട്, ഇനിയും ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതി വെച്ച ആഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. ആമി പറയുന്നു. വെരി ഗുഡ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാല് ഓക്കെ, വിഷ്ണു പറയുന്നു ഈ ഒരു കയറി ഞാൻ കണ്ടിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, വെരി ഗുഡ്. എന്നോട് ആരും പറയുന്നില്ല, ഞാൻ സ്വയം ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നു. ഓക്കെ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന തോന്നലാണ്, ഫോക്കസ്ഡ് അല്ല. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ഒരു സംഗതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താ? തിരിച്ചറിയേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ ലൈഫില് ഇതുപോലെ, ഇതാണ് നിങ്ങളുടെ ഡയലോഗ്, ഇതാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ്. നിങ്ങൾ നോർമലി ഇതാണ് പറയാറുള്ളത്, ഇതാണ് നിങ്ങളുടെ ഓവറോൾ വിശ്വാസം, ഇതാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇമേജ് ഉള്ളിലുള്ളത്. ഈ വേർഡ് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ആൾക്കാർ പ്രോമിസ് ചെയ്യണം. യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഞാൻ ഇനി ഇത് ചിന്തിക്കില്ല, ഞാൻ ഇത് പറയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യില്ല, സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇതുപോലെ 1, 2 നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 7 ഉണ്ട്. ഇതിലുണ്ടോ? ഒരു 10ഓളം വളരെ കോർ ബിലീഫാണ്. നിങ്ങളുടെ കോർ ബിലീഫ് ഉണ്ട്. ആ കോർ ബിലീഫ്, നിങ്ങളെ കുറിച്ചുള്ള ബിലീഫാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ എഴുതിയത്. അതിൽ ഒരെണ്ണം. അങ്ങനത്തെ ഒരു 10ഓളം ബിലീഫുകൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച്. ഇതാര് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ ആരെ നിങ്ങളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, താനൊക്കെ പഠിച്ചിട്ട് എവിടെയാടോ എന്തായിടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാധനം പുറത്തെടുത്തു. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും നിങ്ങളുടെ ന്യായീകരണം, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഇമേജ്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, ഇത് കേൾക്കുമ്പോൾ, ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്താ വെച്ചാൽ ചിന്ത വല്ലാണ്ട് ടെൻഷൻ വരുന്നുണ്ടോ, വിഷമം വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച്, അപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഈ ചിന്തകൾ ഉപയോഗിച്ചിട്ട് കെട്ടി ഒരു ഗ്യാപ്പും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തു? കയറ് കൊണ്ട് കെട്ടി ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടോ? പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാം? ഈ കയറല്ലേ കാണുള്ളൂ, ഈ ബന്ധനങ്ങളല്ലേ കാണുള്ളൂ. ശരിയാണോ? ഇതല്ലേ നിങ്ങൾ, ഇതല്ലേ പുറത്തു വരുള്ളൂ. ഉള്ളിലുള്ള ഡയമണ്ട് പുറത്തു വരുമോ? ഉള്ളിൽ ഡയമണ്ട് ഉണ്ട്. ആ ഡയമണ്ട് മുഴുവൻ ലാബിൽ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു വെളിച്ചം കൊണ്ടുപിടിക്കുക. സോ ഫോർ എക്സാമ്പിൾ, ഇതൊരു ബൾബാണ്. ഓക്കെ, ഈ ബൾബിന് ഇത് വൈറ്റ് കളർ അല്ലേ?
ആണോ? വൈറ്റ് കളറാണ്, ശരിയല്ലേ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് കവർ ചെയ്യണം. എന്തുകൊണ്ട്? ഒരു റെഡ് ഒരു കവർ കൊണ്ട്. ഓക്കെ, നമ്മൾ കവർ ചെയ്യുന്നു. ഓക്കെ, റെഡ്. അപ്പോൾ ഇത് പിന്നീട് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കളറായിരിക്കും? ഏത് കളറായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യാമോ? റെഡ് കളറായിരിക്കും. എന്താ കാര്യം? ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശം വെളുത്തതാണെങ്കിൽ പോലും ഇതിന് മുകളിൽ പൊതിഞ്ഞിരിക്കുന്നത് എന്താണോ ആ മുകളിലുള്ളതാണ് പുറത്തേക്ക് വരുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നല്ല എനർജി ഉള്ളിലുണ്ട്, നല്ല കഴിവ് ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇമേജിനാൽ കെട്ടി 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 നിങ്ങളുടെ ഇമേജ് ഇതാണ്. നിങ്ങൾക്ക് പിന്നീട് എന്താ വെച്ചാൽ പുറത്തേക്ക് കഴിവെടുത്താലും ഈ പുറത്തുള്ള എഴുതിയ സാധനത്തിലേക്കാണ് കഴിവ് പോവുക, ആ രൂപത്തിലേക്കാണ് പുറത്തേക്ക് വരിക. അപാരമായ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ കയറ് വലിച്ചു പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പുതിയ നല്ല കുറെ ലേബലുകൾ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. എന്താണ് നല്ലത്? എന്താണ്? എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് എന്തും സാധ്യമാണ്, എനിക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും, എന്തുമായി തീരാൻ പറ്റും. I can do anything, I can be anything, I can achieve anything. So change your script. നിങ്ങൾ നോർമലി സംസാരിക്കുമ്പോൾ പോലും പുറത്തേക്ക് വരുന്ന ചില വാക്കുകളുണ്ട്, ചില ഡയലോഗുകളുണ്ട്, അതെല്ലാം കമാൻഡുകളാണ്. നിങ്ങളുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെടും. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നിങ്ങൾ അറിയാതെ അതൊക്കെ വിശ്വസിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? അതെല്ലാം വിശ്വസിച്ചു പോകും നിങ്ങൾ. സോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ എന്താണ്? നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ. വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ യു ആർ? ഒന്ന് എഴുതിയേ, എഴുത്. നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് പേന എടുക്ക്, എഴുത്. നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? ഇവിടെ കുറെ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്തിനാ നോട്ട്ബുക്കും പേന എടുക്കണേ? അത് നിങ്ങളുടെ സ്ക്രിപ്റ്റാണ്, ഞാൻ എന്തിനാ ഇത് എഴുതുന്നത്? അത് നിങ്ങളുടെ സ്ക്രിപ്റ്റാണ്. ഞാൻ എഴുതുമൊന്നുമില്ല, എനിക്ക് വയ്യ, എനിക്ക് പേപ്പർ എടുക്കാനൊന്നും വയ്യ. ഞാനിവിടെ കിടക്കുവാണ്. ഞാൻ വീട്ടിലല്ല, ഞാൻ എന്റെ ഫോണിലെ നോട്ടിൽ എഴുതാൻ പോവുകയാണ്. വീട്ടിലല്ല. ഓക്കെ, എഴുത്. ഞാൻ വീട്ടിലില്ലെങ്കിൽ എന്തെങ്കിലും വഴി എഴുതിയപ്പെട്ടു. ഞാനിപ്പോ ബെഡിൽ കിടക്കുവാണ്, ഞാൻ എണീറ്റിട്ടും കൂടി ഇല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങൾ അവിടെ കിടക്കും, നിങ്ങളുടെ ലൈഫ് അവിടെ അതുപോലെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മടിച്ച് അതുപോലെ അങ്ങോട്ട് ആയിത്തീരും. അതിൽ നിന്ന് എണീറ്റ് ഒന്ന് എഴുതുക, എഫേർട്ട് ഇടുക. കാരണം ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്, എണീപ്പിക്കാൻ വന്നതാണ്. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, തോണിയായിട്ട് വന്നിട്ടുണ്ട് രക്ഷിക്കാൻ. താല്പര്യമുണ്ടെങ്കിൽ വാ, വേഗം കയറിക്കോ. അപ്പം ആ ബെഡിൽ നിന്ന് എണീറ്റ്, അല്ലേ? കുറെ ആൾക്കാർ എന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെ കിടക്കണം. അപ്പൊ അത് ഞാൻ നന്നാവില്ല. വീഡിയോയിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ അറിയാം അവസ്ഥ എന്താന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളെ പച്ചയ്ക്ക് ഇങ്ങനെ പിടിച്ചു കീറുവാണ്. എന്ത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരികയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളോട്. വേറെ ആരും അല്ല നിങ്ങളോട് ഇത്രയും വലിയ ഉപദ്രവം കാണിച്ചത്. ഏറ്റവും വലിയ ഉപദ്രവം കാണിച്ചത് നമ്മൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോട്ട് പാഡും പേനയൊക്കെ എടുത്തിട്ട് എന്ത് എഴുത്? ഞാൻ എന്നോട് സ്ഥിരമായിട്ട് പറയാറുള്ള വാചകങ്ങൾ എന്താണ്? മറ്റുള്ളവരോട് നേരത്തെ ചോദിച്ച ചോദ്യം എഴുതുക. എന്താണ് നേരത്തെ ചോദിച്ച ചോദ്യം? എന്താണ്? ഞാൻ എന്തുകൊണ്ട് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എന്തുകൊണ്ട് ഇതുവരെ ഞാൻ ആഗ്രഹിച്ച എന്റെ വലിയ ലക്ഷ്യത്തിലേക്ക് ഞാൻ എന്തുകൊണ്ട് എത്തിയില്ല? ആൻസർ അടുത്തത്, ഞാൻ എന്തുകൊണ്ട് നേരത്തെ 5 മണിക്ക് എണീക്കുന്നില്ല? ഞാൻ എന്തുകൊണ്ട് മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നില്ല? അടുത്ത് എഴുതിയിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് 5 മണിക്ക് എണീക്കുന്നില്ല? എണീക്കുന്നവർ കുഴപ്പമില്ല കേട്ടോ, ഞാൻ എണീക്കുന്നുണ്ടെന്ന് എഴുതിയാൽ മതി ഉത്തരം. എണീക്കാത്തവരുണ്ടാവും, അവരതിനെ കാരണം എഴുതണം. ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും കേട്ടോ, ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കുന്നില്ല? ചിലതുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നവർ. അപ്പൊ അവരോടുള്ള ചോദ്യം എന്തുകൊണ്ട് എല്ലാ ദിവസവും എണീക്കുന്നില്ല, അതിന് ഉത്തരം എഴുതണം. അടുത്ത്, ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ്സിൽ ഇരിക്കുന്നില്ല? ഓക്കെ. അടുത്തത് ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് എഴുതുന്നില്ല? ഓക്കെ. ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും
അടുത്തത് എക്സസൈസ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും നേരത്തെ ജോലിക്ക് പോകുന്നില്ല? എല്ലായ്പ്പോഴും പലപ്പോഴും വൈകി പോകുന്നു. നേരത്തെ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ പോകുന്നുണ്ടെന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഞാൻ എന്തുകൊണ്ട് പോകുന്നു എന്നും കൂടി ഉള്ളതും ഉത്തരം എഴുതാം. ഞാൻ എന്തുകൊണ്ട് നേരത്തെ പോകുന്നു, അതിനുള്ളത് എഴുതിക്കോളൂ. ഓക്കെ, അതിനുള്ള ഉത്തരം എഴുതാം, എന്തുകൊണ്ട് നേരത്തെ പോകുന്നു. അടുത്തത് ഇതേ ചോദ്യങ്ങൾക്കൊക്കെ ഓപ്പോസിറ്റ്, ഞാൻ എന്തുകൊണ്ട് നേരത്തെ എണീക്കണം. 5 മണിക്ക് ഞാൻ എണീക്കണം. എണീക്കാത്തവർ എഴുതുക, എന്തുകൊണ്ട് ഞാൻ നേരത്തെ 5 മണിക്ക് എണീക്കണം. പോകുന്നവരെന്ത് ചെയ്യുക, എണീക്കുന്നവരെന്ത് ചെയ്യുക. അടുത്തത് കേട്ടോ, എണീക്കുന്നവർ, ഞാൻ എന്നും 5 മണിക്ക് എണീക്കുന്നത് എന്തുകൊണ്ട് തുടരണം. ഈ ഒരു പ്രവൃത്തി ഞാൻ എന്തുകൊണ്ട് എന്നും തുടരണം. അടുത്തെന്താ, അടുത്ത ചോദ്യം എഴുതിക്കുക, ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും മെഡിറ്റേഷൻ നേരത്തെ വന്ന് അറ്റൻഡ് ചെയ്യണം. എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യണം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്. ആദ്യം എന്താണ്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അടുത്ത് എന്തുകൊണ്ട് ചെയ്യണം. അടുത്ത ചോദ്യം എന്താ, ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും മോർണിംഗ് ക്ലാസ് കേൾക്കണം. എന്തുകൊണ്ട് കേൾക്കണം. അടുത്ത ചോദ്യം, ഞാൻ എല്ലാ ദിവസവും എന്തുകൊണ്ട് വ്യായാമം ചെയ്യണം. അടുത്ത ചോദ്യം എഴുതിക്കും, ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് എഴുതുന്നില്ല. എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് എഴുതുന്നില്ല. അടുത്ത ചോദ്യം, ഞാൻ എന്തുകൊണ്ട് എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് എഴുതണം. ഓക്കെ, എഴുതിയാലുള്ള ഗുണങ്ങൾ എന്താണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ആയിട്ട് തരികയാണ്. നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് മുഴുവനായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഉത്തരം എഴുതണം. എഴുതുവോ? എഴുതിയില്ലെങ്കിൽ നാളെ അടുത്ത ചോദ്യം വരും, എന്തുകൊണ്ട് ഞാൻ എഴുതിയില്ല, എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ എഴുതണം. അപ്പൊ ആ അടുത്ത ചോദ്യം എഴുതിക്കുക. പൊതുവെ ഇത്തരത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ, ട്രെയിനിങ്ങിൽ നൽകുന്ന, പൊതുവെ ഷാഫി സാറ് എനിക്ക് അങ്ങനെ തന്നെ എഴുതിക്കോ, ഷാഫി മുഹമ്മദ് എന്നോട് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എഴുതിക്കോ. അടുത്ത ചോദ്യം. അടുത്തത്, ഷാഫി മുഹമ്മദ് ക്ലാസ്സിൽ നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള എക്സസൈസുകൾ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അടുത്തത്, എന്തുകൊണ്ട് ഞാൻ ചെയ്യണം. അടുത്ത ചോദ്യം, ഷാഫി മുഹമ്മദ് ക്ലാസ്സിൽ നൽകുന്ന എക്സസൈസുകൾ എന്തുകൊണ്ട് ഞാൻ ചെയ്യണം, ചെയ്താലുള്ള ഗുണങ്ങൾ എന്തല്ല. നിങ്ങൾ ആത്മാർത്ഥമായി വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? ആത്മാർത്ഥമായി വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം മുഴുവൻ എഴുതും. ഇല്ല, നിങ്ങൾ ഉഡായിപ്പാണ്, ഫ്രോഡാണ്, ജെന്യുവിൻ അല്ല എങ്കിൽ നിങ്ങൾ ഇതിനുള്ള ഉത്തരം എഴുതൂല. നിങ്ങൾ എന്ത് ചെയ്യും, അതെന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് മലയാളം എഴുതാൻ അറിയൂല, എനിക്ക് ഒറ്റയ്ക്ക് എഴുതാൻ അറിയൂല. പിന്നെ നിങ്ങളുടെ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ആരും ഉപയോഗിച്ചിട്ടാണെങ്കിൽ വേണ്ടില്ല, നിങ്ങൾ അതിനുള്ള ഉത്തരം എഴുതിയേ പറ്റൂ. മനസ്സിലായാലോ? എഴുതുവോ? നിങ്ങൾ എഴുതുവോ? എഴുതുന്നു പറയുന്നവരെന്ത് ചെയ്യുന്ന കമന്റ് ചെയ്ത് ഇവിടെ എത്ര ആൾക്കാരെ കാണാൻ പറ്റും നോക്കല്ലോ. ലാസ്റ്റ് ഒന്നുകൂടെ പറയാമോ സാർ? ലാസ്റ്റ് ഏതാ പറയേണ്ടത് മുസ്ലിന? ഏതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്? എത്ര പേര് എഴുതും? ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യുക. ചില ആൾക്കാർക്ക് കമന്റ് ചെയ്യാൻ പേടിയാ, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് പാലിക്കണ്ടേ. ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നിങ്ങൾ വാക്ക് പാലിക്കേണ്ട അവസ്ഥയിലെത്തി. ഞാൻ നിങ്ങൾ അങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അതായത് യെസ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ സുനിലാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതില് നമ്മുടെ EFT നല്ല തെറാപ്പിയാണ്. താങ്ക് യു സോ മച്ച് സാർ. നല്ലൊരു എക്സ്ട്രാ പവർ കിട്ടുന്നുണ്ട്. ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
വെരി ഗുഡ്. ഞാനിപ്പോ ക്ലാസ് കേൾക്കുന്നുണ്ട് സാറേ. എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്ന തിരക്കിലാണ്. രാവിലെ 8 മണിക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ കുളിക്കുന്നതിനിടയിൽ സാറ് ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ Yeah. വീണ്ടും റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും ഇതൊക്കെ കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി. സാർ മുൻകൂർ ജാമ്യം എടുത്തതാണ്, പക്ഷെ എന്നാൽ ഇത് എഴുതിയേ പറ്റൂ. ഓക്കെ സാർ, ഇത് എഴുതാം കേട്ടോ. ഓക്കെ, ഡെഫിനറ്റ്ലി. ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാം. പക്ഷെ അദ്ദേഹം ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് നമ്മളുടെ കൂടെ കൂടിയിട്ട് വർഷങ്ങളായി. അപ്പോൾ EFT പ്രോഗ്രാം ചെയ്തപ്പോഴാണ് ശരിക്കും റിസൾട്ട് കിട്ടി തുടങ്ങിയെന്നാണ് പറയുന്നത്. ലൈഫാകെ മാറി. ആളുടെ ഗവൺമെന്റ് ജോബായിരുന്നു ആഗ്രഹം, ഗവൺമെന്റ് ജോലി കിട്ടി അല്ലേ സുനിൽ സാർ? എന്താ അവസ്ഥ? ജോലി കിട്ടിയില്ല. ജോലി ലിസ്റ്റിലേക്ക് ലിസ്റ്റിൽ എത്തിയപ്പോൾ അത് കംപ്ലീറ്റ് വന്നു. അതെ, ലിസ്റ്റിൽ വന്നു. വളരെ അതേപോലെ positive നിലവിലുള്ള ആണ്. ജോലിയിൽ ഭയങ്കര ഹാപ്പിയാണ്, വല്ലാണ്ട് ഹാപ്പിയാണ്, ഉഷാറാണ് അല്ലെ? നിലവിലെ ജോലിയിൽ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. നല്ല ജോലിയാണ്, നല്ല കമ്പനിയാണ്. ഇറ്റ് ഇസ് എ മൾട്ടിനാഷണൽ കമ്പനി, ശോഭ കമ്പനി. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് കമ്പനി. ബട്ട് earlier I was not proud. Now I am proud myself. വെരി ഗുഡ്, വെരി It's a ഗുഡ്, good company. ഫാന്റാസ്റ്റിക്. തെറാപ്പി ചെയ്തതോടുകൂടി ആള് ഭയങ്കര ഹാപ്പിയാണ്, വളരെ സന്തോഷത്തിലാണ്, ഉഷാറാണ്. എന്തായാലും നമ്മളുടെ EFT പ്രോഗ്രാം 18-ാം തീയതി നടക്കാൻ പോകുന്നത്. അത് ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറയണം, ചെറിയൊരു പ്രൊമോഷൻ. അതായത് 18-ാം തീയതി പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. പങ്കെടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു എക്സസൈസ് ചെയ്യിപ്പിച്ചിരിക്കുന്നില്ലേ, ഈ എക്സസൈസ് നിങ്ങൾ എഴുതി നോക്ക്. നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലുള്ള കംപ്ലീറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും. ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്താൽ മതി കറക്റ്റായിട്ട്. ഇത് ചെയ്യോ? ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് ചെയ്യാനുള്ള ഒരു ആവേശം കാണിക്കണം. നിങ്ങളുടെ സ്വപ്നത്തിനോട്, നിങ്ങളുടെ ലക്ഷ്യത്തിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ, ജെന്യുവിൻ ആണെങ്കിൽ ചെയ്യണം. ആഹാ, അങ്ങനെ പറഞ്ഞാണെങ്കിൽ ഞാൻ ചെയ്യൂല. ഇങ്ങനെ എന്തിനാ പറയുന്നത് അല്ലെ? ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് എന്നെ ഓലപ്പാമ്പ് കാണിച്ചിട്ട് എന്നെ പേടിപ്പിക്കാന്നൊക്കെ ഒന്നുമില്ലടോ. എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കാണ് ഗുണം. ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്നിട്ട് ചെയ്യാം. നന്നായിട്ട് എന്ത് ചെയ്യുക അല്ലേ? നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇരുന്നിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അറിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് പേടിയാവും. കാരണം നമ്മുടെ ക്ലാസ്സിൽ എന്താ വെച്ചാൽ പണ്ട് സ്കൂളിൽ ഇതുപോലൊരു മാഷുണ്ടായിരുന്നു. എന്നോട് ഒരു സെഷന് പറഞ്ഞതാണ്, ഇങ്ങനെ ചൂടായി സംസാരിക്കരുത് സാർ, എനിക്ക് ആ ട്രോമ ട്രിഗർ ആവുന്നുണ്ട്. പിന്നെ പേടിയാണ്, ക്ലാസ്സിൽ ഇരിക്കാൻ തന്നെ താല്പര്യമില്ല, മൂഡില്ല, പേടിയാന്ന് പറയാറ്. ഞാൻ പല മെത്തേഡ് ഉപയോഗിക്കും. അതൊക്കെ എൻ്റെ അഭിനയമാണ്, എൻ്റെ ആക്ടിങ് ആണ്. നിങ്ങളെ ഒന്ന് എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഗതി മാത്രമാണ്. നിങ്ങളിത് ചെയ്യുക. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നൽകുക. ഉത്തരം നൽകുന്നതോടുകൂടി എന്ത് കിട്ടും? നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ട. നിങ്ങളുടെ സ്ക്രിപ്റ്റും അതിലേക്ക് നോക്കിയാൽ കിട്ടും. സ്ക്രിപ്റ്റ് എന്താണ്? അതായത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുന്നതോടുകൂടി നിങ്ങൾ എന്തുകൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിയില്ല, എന്തുകൊണ്ട് 5 മണിക്ക് എണീക്കുന്നില്ല, ഈ ഉത്തരങ്ങളാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിലെ കോർ നെഗറ്റീവ് സ്ക്രിപ്റ്റ്. ഇതാണ് നിങ്ങൾ ലൈഫ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ജോലി ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ജോലിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യും, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നോക്കി നോക്കും. ഇതാണ് നിങ്ങളുടെ ലൈഫ് നിയന്ത്രിക്കുന്ന സ്ക്രിപ്റ്റ്. ഈ കഥകൾ തന്നെയല്ലേ നിങ്ങൾ എല്ലാ ദിവസവും പറയാറുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളോട് ചിന്തിക്കാറുള്ളത്? യെസ് ഓർ നോ? യെസ് ഓർ നോ? നോർമലി നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് ഇതല്ലേ? യെസ്. അത് ആ ഒരു സംഗതി എന്ത് ചെയ്യുക, ചിന്തിക്കുക. ആണോ? മനസ്സില്ല? യെസ്. സോ അത് നമ്മൾ എന്താ വെച്ചാൽ ഷിഫ്റ്റ് ചെയ്യുക. യു ഷിഫ്റ്റ് ദിസ്. ഇതിന്റെ ഉത്തരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കാണാൻ പറ്റും. ആ ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഡയലോഗ്, ആ ഉത്തരം കാണുമ്പോൾ കുറെ ഉത്തരങ്ങൾ ഉണ്ടാവും അല്ലെ? ആ ഉത്തരങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ചെയ്യാത്തതിന്റെ കാരണം ഞാൻ മടിയനാണ്. പ്രോബ്ലം നിങ്ങൾ മടിയനാണെന്നുള്ളതല്ല. പ്രോബ്ലം നിങ്ങൾ മടിയനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് പ്രോബ്ലം. ക്ലിയർ ആയോ? ഞാൻ മടിയനാണ്, ഞാൻ 5 മണിക്ക് എണീക്കുന്നില്ല, എന്തുകൊണ്ടാണ്? എനിക്ക് ക്ഷീണമാണ്. ഓക്കെ, നീ ക്ഷീണമാണ് എന്ന് ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഈ ക്ഷീണമാണ് എന്നുള്ള ഡയലോഗ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നു, ആ ഫീലിങ്സിൽ വരുന്നു, അത് നിങ്ങൾ പറയുന്നു, അത് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞു. ദാറ്റ് ഈസ് യുവർ സ്ക്രിപ്റ്റ്. സോ നിങ്ങൾ മടിയനായിരിക്കും. അതാണ് നിങ്ങളുടെ പ്രോഗ്രാമിംഗ്. ക്ലിയർ ആണോ? സോ നിങ്ങളുടെ ലൈഫിൽ നിരന്തരം അത് കടന്നുപോയി അങ്ങനെ ആയതാ.
ഡൗട്ട്. ഞാന് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ടൈം തികയാത്തൊരു പ്രശ്നമുണ്ട്. ടൈം തികയാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ എന്റെ സ്ക്രിപ്റ്റ് എന്താണ്? ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ടൈം തികയൂല. എനിക്ക് ടൈം തികയൂല 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 തികയൂല. ആ സ്ക്രിപ്റ്റ് സജീവം മാറ്റാൻ എനിക്ക് ടൈം തികയും. ഇതേ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് എഴുതണം. എനിക്ക് ടൈം തികയും തികയും തികയും. എനിക്ക് ടൈം തികയും. എനിക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഇതാവട്ടെ സ്ക്രിപ്റ്റ്. ഇനി ഇപ്പോഴത്തെ സജീറയുടെ സ്ക്രിപ്റ്റാണ് പുറത്തു വന്നത്. ജെനുവിനായിട്ട് ചോദിച്ചതായിരുന്നു, പാവം. മനസ്സിലായോ? അപ്പോഴാണ് മനസ്സിലായത് ഞാൻ കാണിച്ചു കൊടുത്ത് ടോർച്ചാണ്. നമ്മൾ എന്താ വെച്ചാൽ കണ്ണാടിയിലേക്ക് നിങ്ങൾ ടോർച്ച് അടിക്കുന്നത്. നിങ്ങൾ എപ്പോൾ ഡയലോഗ് പറഞ്ഞു അപ്പോൾ നിങ്ങൾ കണ്ണാടിയിലേക്കാണ് ടോർച്ച് അടിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കാണാം. സർ, ലൈഫിൽ മെച്ചപ്പെടണം, അതായത് കുറച്ച് ഉയർന്ന തലത്തിലാവണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ശരിക്കും നമ്മൾ എന്താ പറയാ, സിൻസിയർ ആയിട്ട് ചെയ്താൽ മതിയോ? പിന്നെ ഒരെണ്ണം കൂടെ ചോദിച്ചോട്ടെ. ഈ പാരറ്റിക് അഫർമേഷൻ എന്ന് പറയുന്നത് ഈ റോണ്ട ബെർണിന്റെ ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾക്കിപ്പോ ഒരു കാര്യം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നാൽ അത് സംഭവിക്കുമോ? അതിനൊരു പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ അവരുടെ ഒരു സ്ക്രിപ്റ്റ് എന്താ? ഇവരുടെ സ്ക്രിപ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? മാമിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് സജന. സജന. സജന മാമിന്റെ സ്ക്രിപ്റ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബേസിക് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയോ? എനിക്ക് നന്നാവണം എന്നുള്ള സ്ക്രിപ്റ്റ് നന്നാവണം എന്നുള്ള മൈൻഡ് അല്ല, വേറെ ആർക്കാ പറയാൻ പറ്റുക? ഞാൻ നല്ലൊരു പാരന്റ് ആണോ എന്നുള്ളത് ഞാൻ നല്ലൊരു നന്നാവില്ലേ എന്നൊരു ഡൗട്ട് അവര് സജീറയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കോൺഫിഡൻസ് ഡൗട്ടാണ്, കോൺഫിഡൻസ് ഇല്ലായ്മ. അതായത് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത്. യെസ്, മനസ്സിലായോ? യെസ്, ആൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. കോൺഫിഡൻസ് ഇല്ലായ്മ. ഞാൻ കോൺഫിഡന്റ് അല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് സംശയമുണ്ട്, എനിക്ക് അറിയില്ല അതൊക്കെ നടക്കുമോ. ഇതാണ് ബേസിക് സ്ക്രിപ്റ്റ്. ക്ലിയർ ആണോ? മാം ചിന്തിക്കേണ്ടത്, മാം ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് ബാക്കിയുള്ള സാധനങ്ങളല്ല, ഈ സാധനമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഏത്? നമ്മുടെ ചിന്തയെ തന്നെ മാറ്റം വരുത്തുക. അതായത് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് മാം ചേഞ്ച് ചെയ്യേണ്ടത് എവിടെയാണ്? മാമിന്റെ ഉള്ളിലുള്ള ഈ ചിന്തയാണ്. നടക്കുമോ 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 നടക്കുമോ. അപ്പൊ ഇനി അത് ചിന്തിക്കാൻ പാടില്ല, ഇനി അത് പറയാൻ പാടില്ല. അതെങ്ങനെ ശരിയാവുക? അതെങ്ങനെ ബിലീഫ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. ബിലീഫ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും ഉണ്ട്. ബിലീഫ് സിസ്റ്റം എല്ലാവർക്കും ഉണ്ട്. ബിലീഫ് സിസ്റ്റത്തിൽ ഉള്ള സാധനം ഇങ്ങനെയാണ്. മാമിന്റെ ബിലീഫ് സിസ്റ്റം ഇതാണ്. ഏത്? അത് നടക്കുവോ? ഇത് നടക്കുവോ? കാരണം ഒരുപാട് ട്രൈ ചെയ്തിട്ടേ നടന്നിട്ടില്ല. ആണോ? കറക്റ്റ്. ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ അതിനെ ഊട്ടി ഉറപ്പിക്കുന്നു. യെസ്, കറക്റ്റ് ആണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് നടന്നിട്ടില്ല, ഞാൻ വിശ്വസിക്കുന്ന അതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സെൽഫിലേക്ക് ടോർച്ച് അടിക്കുകയാണ്. അപ്പം എന്താ വിശ്വസിക്കുന്നത്? ഒരുപാട് ചെയ്തിട്ട് നടന്നിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റു പലർക്കും നടന്നിട്ടുണ്ട്. നമുക്ക് നടക്കാത്തതിന്റെ കാരണം നമുക്ക് ഈ ഒരു പലപ്പോഴും നമ്മളുടെ ചിന്തകളും നമ്മളുടെ രീതികളും അത് മറ്റുള്ളത് നടക്കാത്തത് കൊണ്ടല്ല, നമുക്ക് അങ്ങനെ പൊതുവെ ചിന്തിച്ചുള്ള ഒരു ശീലമുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. മാമിന് ഇതൊരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. നേരത്തെ ചോദിച്ചതും ഇതേപോലെ സംശയമാണ്. അപ്പൊ ആ പാറ്റേൺ ആണ്, ഈ പാറ്റേൺ ആണ് മാം ബ്രേക്ക് ചെയ്യേണ്ടത്. ഭയങ്കര പവർഫുൾ ആണ് ഞാൻ പറഞ്ഞു തരുന്ന സാധനം. ഇത് ആരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഈ പാറ്റേൺ തിരിച്ചറിയാം. ഇതൊരു പാറ്റേൺ ആയിട്ട് എല്ലായിടത്തും കാണാം. ഈ ഡൗട്ട്, ചോദ്യങ്ങൾ കൂടുതലാണ്, കാരണം വിശ്വാസം കുറവാണ്. ഇതിന്റെ കാരണം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമകളാണ്. അപ്പൊ ട്രോമ ഹീലിംഗ് നടത്തി കഴിഞ്ഞാലാണ് ഈ പാറ്റേൺ ബ്രേക്ക് ആവാൻ പറ്റും. അതിനാണ് നമ്മൾ എന്താ വെച്ചാൽ 18-ാം തീയതിക്ക് നടക്കുന്ന നമ്മുടെ ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക് വരിക. മാം വന്നോളൂ. മാം പ്രോഗ്രാം ചെയ്തണല്ലോ? ഇല്ല, ഒന്നും ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. ഇതുപോലെ കുറെ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്, അല്ല മെഡിറ്റേഷൻ ക്ലാസ് നിരന്തരം കേൾക്കുന്നതാണ്. എന്തുകൊണ്ടെന്ന് അറിയോ? അതായത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളൂ. പെയ്ഡ് ആയിട്ട് നല്ലൊരു കോഴ്സ് ചെയ്തിട്ടില്ല. ഇല്ലല്ലോ? ഇല്ല.
അപ്പൊ മാം ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് ഒരു പെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നതിലൂടെയാണ്. എന്തുകൊണ്ടാണ് പെയ്ഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാത്തതെന്ന് അറിയോ? അതും കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ല, തന്നെ നേരത്തെ പറഞ്ഞ സാധനം. ലാക്ക് ഓഫ് കോൺഫിഡൻസ് വിശ്വാസം കുറവ്. ആ പാറ്റേൺ ഉള്ളത് കൊണ്ടാണ് ഇതും ചെയ്യാത്തത്. ഒരുപാട് ആൾക്കാർ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. ഒന്നും കോഴ്സ് ചെയ്യൂല, പെയ്ഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യൂല, ഫ്രീ ആയിട്ടുള്ളത് ഓക്കെ ഞാൻ ചെയ്യും. മനസ്സിലായോ? ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് ബുദ്ധി. ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യുന്നത്. പെയ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് പോവോ? ഡൗട്ടാണ്, കോൺഫിഡൻസ് കുറവാണ്. മനസ്സിലാവുണ്ടോ? അത് നടക്കുമോ എനിക്കറിയില്ല, അതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ക്യാഷ് പോകില്ലേ, എൻ്റെ സമയം പോകില്ലേ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കേണ്ടി വരില്ലേ? ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ മടിയാണ്, പണിയെടുക്കാൻ മടിയാണ്. ഇതാണ് റിയാലിറ്റി. സാറേ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ? യെസ്, പറഞ്ഞോ. സാറേ ഞാൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ് ഞാൻ ഫ്രീ ആയിട്ടുള്ളേ കോഴ്സുകൾക്കും അങ്ങനത്തെ ഇതിമൊക്കെയായിരുന്നു നമ്മളെ കണ്ടുപോയിരുന്നത്. അപ്പൊ ഞാൻ മറ്റേ EFT പങ്കെടുത്ത് പെയ്ഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ, പേയ്മെന്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് സക്സസ്ഫുൾ. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത്, അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരും. ഇപ്പൊ നമ്മൾ പേയ്മെന്റ് ചെയ്ത് അതിന് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോട് കൂടിയിട്ട് കിട്ടാൻ പറ്റുന്നുണ്ട്. അതേപോലെ നല്ല മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സക്സസിലേക്ക് ഉള്ളൊരു വേ കിട്ടുന്നുണ്ട്. പരമാവധി പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻക്ലൂഡഡ് ആവുക നല്ലതിന് മാത്രം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതാണ് എന്താ വെച്ചാല് മാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാം 18-ാം തീയതി പ്രോഗ്രാം എന്തായാലും വരാം. പറ്റുമോ? ഹലോ, പ്രോഗ്രാമിന് വരിക, അത്രേ ഉള്ളൂ. ഈ പാറ്റേൺ ഇതോടുകൂടി പൊട്ടിക്കുക, കംപ്ലീറ്റ് പൊട്ടിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു വിൽ റീബോൺ ആസ് എ ന്യൂ പേഴ്സൺ. പുതിയൊരാളായിട്ട് മാറും. അതിൽ സംശയം. അതുപോലെ ഈ സംശയം എന്നെ ഊട്ടിയുറപ്പിക്കാൻ കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ മിക്കപ്പോഴും സ്വപ്നം കാണാറുണ്ട്, എന്നെ സെൻഡ് ഓഫ് നൽകുന്നതും ഉയർന്ന കരിയർ കിട്ടി ഞാൻ പോകുന്നതും ഒക്കെ കാണാറുണ്ട്. ഒരാഴ്ചക്കകം അതേ വേദി സംജാതമാവും. പക്ഷെ എനിക്കല്ലെന്ന് മാത്രം, വേറെ ആർക്കെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ ആയിട്ട് ആയ ഒരു അവസ്ഥ അതേപോലെ സംജാതമാവും. ഒരുപാട് തവണ ഞാനത് ഇങ്ങനെ പരീക്ഷിച്ചപ്പോ പിന്നെ ഞാൻ സ്വപ്നം കാണൽ നിർത്തി. അപ്പൊ അതാ പറയുന്നത് മാം, അത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട പാറ്റേൺ ആണ്. അതിന്റെ റീസൺ ആണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞ് ചിന്തിച്ച് ഇത് പറഞ്ഞില്ലേ, ഇങ്ങനെ സംഭവിച്ചാൽ ഇതിനാണ് പറയുക പാറ്റേൺ റിപ്പീറ്റിംഗ്. ഈ പാറ്റേൺ റിപ്പീറ്റ് എന്തുകൊണ്ട് തുടങ്ങി? ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ച ട്രോമയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ വിശ്വാസക്കുറവ് വന്നത്. ജീവിതത്തിൽ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് അല്ല ഉണ്ടായിരുന്ന ചെറുപ്പകാലം. അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള ചൈൽഡ്ഹുഡ് പെയിൻ ഉണ്ടായോ എന്ന് എനിക്ക് അറിയില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. സജീറ ഒന്ന് പറഞ്ഞു കൊടുത്ത. സജീറ പലപ്പോഴും വിചാരിച്ചിരുന്നത് ഇങ്ങനെയല്ലേ തന്നെയല്ലേ, അറിയിരുന്നില്ല. പക്ഷെ പ്രോഗ്രാമിൽ വന്നപ്പോഴല്ലേ മനസ്സിലായത് സജീറയ്ക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതെ, എനിക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. പക്ഷെ ഞാൻ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ലൈഫില്. അതായിരുന്നു എന്റെ മെയിൻ കാരണം. അതെ, നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളത് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ട്രോമാസ്. ഇതില് ചില ആൾക്കാർക്ക് അത്യാവശ്യം നല്ല കൂടുതലുണ്ടാവും. നിങ്ങൾ ഓർത്ത് വെക്കുന്ന ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ, ഞാൻ എല്ലാവരോടും ചോദിക്കട്ടെ, ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ല സന്തോഷമുള്ള കുറെ ഓർമ്മകളില്ലേ? യെസ് ഓർ നോ? യെസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് ചോദിക്കട്ടെ, വിഷമിക്കുന്ന കുറച്ച് ഓർമ്മകളും ഇല്ലേ? ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഓർത്ത് വെക്കുള്ളൂ, ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്തിട്ടുള്ള സംഗതികൾ. ഈ വിഷമിക്കുന്ന ഓർമ്മകളിൽ തന്നെ നമ്മൾ ഓർത്ത് വെക്കാത്ത കുറെ സങ്കടങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഇത് നമ്മളുടെ ഉള്ളിൽ വലിയൊരു ബിലീഫായിട്ട് മാറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ പറഞ്ഞു കോൺഫിഡൻസ് ഇല്ല, ട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ചെറുപ്പകാലത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളും നിങ്ങളുടെ അനിയത്തി, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അനിയനും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ആരെങ്കിലും ഒരാള്, സിബ്ലിങ്സ്, സഹോദരങ്ങൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടും ഒരു വഴക്കായി. അത് നിങ്ങളുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ നിങ്ങളെ ആണ് ആദ്യം ഉപദ്രവിച്ചത്. പക്ഷെ മാതാവ് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് വന്നു, എന്തവിടെ വഴക്ക് കൂടുന്നെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്തു? നിങ്ങളുടെ സഹോദരൻ പറഞ്ഞു, അവൾ എന്നെ ഇങ്ങനെ കാട്ടിയിട്ടാണെന്ന് പറഞ്ഞു, അവൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളും പറഞ്ഞു. പക്ഷെ നിങ്ങളെ വിശ്വസിച്ചില്ല. ആക്ച്വലി
നിങ്ങൾ നിരപരാധിയാണ്, അവരാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുക എന്താണ്? ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, വേദനിപ്പിക്കട്ടെ. സ്വർണം ഇത് ചെറുപ്പകാലത്ത് സംഭവിച്ചാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ഫീൽ ചെയ്യുക? ആളുടെ സത്യം എന്താണ്? പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം ഒരു പേടിയായിരിക്കും ഈ കുട്ടിക്ക്. ഞാൻ ചതിക്കപ്പെടും എന്നുള്ള പേടി, ഞാൻ വഞ്ചിക്കപ്പെടും എന്നുള്ള പേടി. ആ ചിന്ത അങ്ങനെ കടന്നുകൂടിയോ? അതൊരു പാറ്റേൺ ആയോ? പാറ്റേൺ ആയി. അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. 1, 2, 3, 4 തവണ ഇതേപോലെ പലതവണ പല രീതിയിൽ ചതിക്കപ്പെടുകയോ വഞ്ചിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല, ഒന്നിലും ഒരു ക്ലാരിറ്റി. നമ്മളൊക്കെ പലപ്പോഴും കഴിവില്ലാത്തവരായി മാറിയത് ഒരുപാട് പെയിനിലൂടെ, ഇത്തരത്തിലുള്ള ചെറുപ്പകാലത്ത് നടക്കുന്ന പെയിനിലൂടെ. ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു കളിപ്പാട്ടം പിടിച്ചു പറിച്ചു വാങ്ങി നശിപ്പിച്ചാൽ അത് പ്രശ്നമാണ്. ഒരു കളിപ്പാട്ടം കാണാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമമാണ്. അത് വേറൊരാൾ വന്നിട്ട് കേടുവരുത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു കുഞ്ഞു കുട്ടിക്ക് കളിപ്പാട്ടം നഷ്ടപ്പെടുന്ന ഒരു രാജാവിന് രാജ്യം നഷ്ടപ്പെടുന്ന ഫീലിംഗ് ആയിരിക്കും. യെസ് ഓർ നോ? ആ സമയത്ത് ഇപ്പോഴല്ല, ഇപ്പൊ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ നിങ്ങൾ ചിന്തിക്കണ്ട, അന്നത്തെ നിങ്ങൾ ചിന്തിക്കുക, അത് പെയിൻ ആണോ അല്ലയോ? ശരിയല്ലേ? പറഞ്ഞപ്പോ വേറെ ട്രോമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേറെയും ട്രോമാസ്. ചൈൽഡ്ഹുഡിൽ ഓരോ trauma. അപ്പൊ അതൊക്കെ എഴുതി വെക്കുക സുജീറ. എഴുതി വെച്ചിട്ട് ഹീൽ ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് വരുന്നത് മനസ്സിലേക്ക് വരുന്നത് എഴുതി വെക്കുക. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ എന്താ വെച്ചാൽ, മാം ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ ഇതേപോലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇത്രയും കാലം വരാത്തതൊക്കെ ഇനി വരാൻ തുടങ്ങും സങ്കടങ്ങൾ. അപ്പൊ നമുക്ക് സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഈ സങ്കടങ്ങൾ എന്ത് ചെയ്ത് നമ്മൾ എടുത്ത് ഹീൽ ചെയ്ത് കളയണം. ഹീൽ ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണങ്ങാത്ത മുറിവാണ്. ഉണങ്ങാത്ത മുറിവിൽ കൊണ്ടുപോയിട്ട് കുത്തുന്നത് കൊണ്ടാണ് ഇപ്പോഴും അതേ എനർജി വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിൽ ഒരു എനർജി വർക്ക് ചെയ്യുക, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ ഒരു വഴക്ക് കൂടിയ സഹോദരൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ചെറുപ്പകാലത്ത് നിങ്ങളുടെ സഹോദരിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴക്കായിരുന്നു. ഈ വഴക്ക് കൂടുന്ന സമയത്ത് പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? നെഗറ്റീവ് എനർജി. നെഗറ്റീവ് എനർജി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മാതാവ് വന്നു, നിങ്ങളോട് വഴക്ക് കൂടി, കംപ്ലൈന്റ് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജി കുറഞ്ഞോ അതോ കൂടിയോ? നിങ്ങൾ ചതിക്കപ്പെട്ടു, തെറ്റിദ്ധരിക്കപ്പെട്ടു, പറയൂ. കൂടി അല്ലെ? നെഗറ്റീവ് എനർജി ഡബിളായി, ട്രിപ്പിളായി. നെഗറ്റീവ് എനർജി നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ ഈ എനർജിയാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഈ എനർജിയാണ് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് പിന്നീട് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ലൈഫിൽ ഈ എനർജി ഉള്ളിൽ എപ്പോഴൊക്കെ വരും? ഒരുപാട് തവണ ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും വേദനിപ്പിക്കപ്പെടുകയും ട്രോമയിലൂടെയും കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഒരു അലേർട്ട് മോഡിലാണ്, ഒരു പേടിക്കുന്ന മോഡിലാണ്. ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ആവും. ഈ ഹൈപ്പർ വിജിലൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പിന്നീട് അതൊരു ക്യാരക്ടറായി മാറും. നമ്മളുടെ സ്വഭാവത്തിന് നമ്മൾ എല്ലാത്തിനെയും ഒരു സംശയത്തോടു കൂടി നോക്കും. ഇത് എത്ര പേർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അതിന് ചെറിയ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പോലും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങളൊരു പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു വീടിന്റെ അകത്തേക്കോ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് സേഫായിട്ട് വെക്കുന്ന ആളാണോ? അതിനായിട്ട് സ്ഥലം കണ്ടെത്തി സേഫാക്കി വെക്കുന്ന ഒരാളാണോ? നിങ്ങൾ ചെറുപ്പത്തിൽ നല്ല ട്രോമ അനുഭവിച്ച് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്. കുറച്ച് വിജിലന്റ് ആണ്. അത് നഷ്ടപ്പെടുമെന്നുള്ള പേടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചെരുപ്പ് ഊരിട്ട് അങ്ങ് കയറിപ്പോയാൽ മതി. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യൂല. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കാര്യം ഒന്ന് സേഫ് ആക്കാൻ നോക്കും. നിങ്ങളുടെ ഉള്ളിൽ ഫിയർ ഉള്ളതുകൊണ്ട്. ഈ ഫിയർ ഓടുന്നു വരുന്ന ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ചുകൊണ്ട് വന്നു ഫിയർ. ആരെങ്കിലും ചവിട്ടോ, ആരെങ്കിലും എന്ത് ചെയ്യോ, ഇങ്ങനെ ആങ്സൈറ്റി, പല കാര്യത്തിലും ആങ്സൈറ്റി. മാം ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഇനി ചെയ്തത് നടക്കുമോ? അതൊരു ആങ്സൈറ്റിയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ അവസാനം നടക്കില്ല. ഇങ്ങനെ ചിന്തിച്ചു പോയാൽ നടക്കുമോ? ഇങ്ങനെ ചിന്തിച്ചാലേ നടക്കൂ. അതുകൊണ്ട് ഇങ്ങനെ ആങ്സൈറ്റിയിൽ ഫീൽ ചെയ്ത് പോവുക. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്. അപ്പൊ പ്രോഗ്രാമിന് 18-ാം തീയതി വരിക. വേറെ ഒന്നുമില്ല. ഇത് മൊത്തം കഴിയില്ല. കാരണം പഴയ മുറിവാണ്. ഇപ്പോൾ ആ പഴയ മുറിവ് അവിടെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്നതുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ നെഗറ്റീവ് എനർജിയിൽ ജീവിക്കൽ.
ഈ നെഗറ്റീവ് എനർജി എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ദിസ് ഈസ് കോൾഡ്, നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, സെല്ലുലാർ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നെർവസ് സിസ്റ്റം എപ്പോഴും എന്താണ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലുള്ളത്, പേടിച്ചിട്ടുള്ളത്, ആങ്സൈറ്റിയിലുള്ളത്. ഇതിന്റെ അളവ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞ് ഈ സംഗതി വല്ലാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യും, സ്ട്രെസ് ഹോർമോണാണ്, ഇത് വല്ലാണ്ട് ഉൽപ്പാദിപ്പിക്കുക. അത് വല്ലാണ്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖമുണ്ടാകും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ശരീരവേദനയോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ സംഗതികളോ ഉണ്ടോ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ സംഗതികൾ, അസുഖങ്ങളുണ്ടോ? അസുഖങ്ങളുടെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മെറ്റാബോളിസം വീക്ക് ആയതുകൊണ്ട്, നിങ്ങളുടെ പ്രതിരോധ ശക്തി വീക്കായതുകൊണ്ട് അസുഖങ്ങൾ എന്തായി, നിങ്ങളെ കീഴ്പ്പെടുത്തി തുടങ്ങി. നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും എത്തേണ്ട പ്രോപ്പറായിട്ടുള്ള എനർജിയോ കാര്യങ്ങളോ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല, സപ്ലൈ ചെയ്യപ്പെടുന്നില്ല. എനർജി സപ്ലൈ, ഹെൽത്തി ആയിട്ടുള്ള എനർജി സപ്ലൈ നടക്കുന്നില്ല. പല സ്ഥലങ്ങളിലും ബ്ലോക്കുകളാണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ, അപ്പൊ ഇത് നിങ്ങൾ ഫീൽ ചെയ്യുന്ന സംഗതി, ഇത് ഈ ഒരു എനർജി ഫ്ലോ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിന്റെ കറക്റ്റ് അളവിലായിരിക്കണം. അത് കറക്റ്റ് അളവിലല്ല, അതിന്റെ അളവ് കൂടുതലാണ്. എക്സസ് അളവിൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ കാരണം നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് കമാൻഡ് പോകുന്നുണ്ട്. ഇതിന്റെ കാരണം നെർവസ് സിസ്റ്റം എപ്പോഴും ഒരു പേടിച്ച അവസ്ഥയിലാണ്. എപ്പോഴും എന്തും സംഭവിക്കുക എന്നുള്ളൊരു പേടിയാണ്. ചില ആൾക്കാർക്ക് ഭർത്താവിന്റെ അടുത്ത് ഇരിക്കാൻ പേടിയാണ്, ഭാര്യയുടെ അടുത്ത് ഇരിക്കാൻ പേടിയാണ്. എന്താ കാര്യം? അതുള്ള സത്യമാണ്. ഒരു ഫിയറിലാണ് ഇരിക്കുന്നത്. എത്രയോ പേർക്കുണ്ട് അല്ലെ, ഇയാൾ ഇനി എപ്പോഴാണ് റോങ് ആവുക, ഇയാൾ ഇനി എപ്പോഴാണ് പേടി, എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക, ഞാൻ അത് പറയാൻ പാടുണ്ടോ, ഇത് പറയാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ. യു ലിവ് ഇൻ എ ഫിയർ. കോൺസ്റ്റന്റ്ലി യു ഗോ ത്രൂ ദാറ്റ് ഫിയർ. അപ്പൊ ആ സമയത്തൊക്കെ എന്തുണ്ട്, കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാകുന്നത്? ബിക്കോസ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ നിങ്ങളുടെ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? ഇതുകൊണ്ടാണ്. പറഞ്ഞോളൂ. ഹലോ സാർ, യെസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ സാറിന്റെ വീഡിയോ പണ്ട് കുറച്ച് മുമ്പ്, ഒരു 6-8 വർഷം മുമ്പ് സാറ് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യല്ലേ? അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് മാറ്റിയത്. ഒരു മൊലാന്റെ കീഴിൽ നിൽക്കുമ്പോൾ ഞാനിപ്പം മാറ്റിയിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടാണ് ഞാൻ വർക്ക് മാറ്റി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കുഴപ്പമില്ലാണ്ട് വർക്കുമായിട്ട് പോണുണ്ട്. ഇപ്പൊ ഞാൻ ലേബേഴ്സും ആണ്, ഞാൻ മുതലാളിയുമാണ്. ആ ഇതിലാണ് ഇപ്പം പോണത്. ഞാൻ അതൊന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചിട്ട് അത് നടക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ റെഡിയാണ്? അപ്പൊ അതൊരു ഒരു 9,000 രൂപ മുടക്കാൻ റെഡിയാണോ? 8,800. ഞാൻ ഇപ്പോൾ ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് വീട്ടില്. അത് ജോലി സ്ഥലത്ത് നിന്ന് പറ്റിയതാണ്. അപ്പോൾ ഓൺലൈനിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ സമയം കിട്ടിയപ്പോഴാണ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. അല്ലാണ്ട് സാറിന്റെ ക്ലാസ് ഞാൻ അങ്ങനെ കേൾക്കലുണ്ടായി, വീഡിയോ ഒക്കെ യൂട്യൂബിൽ. ഞാൻ പറയുന്നത്, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ ഓൺലൈനിൽ ഒരു 8,800 രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കെ, ഞാന് റെഡിയാണ്. അതിൽ വേറെ വർത്താനൊന്നുമില്ല, മനസ്സിലായോ? റെഡിയാണ്. കാരണം നിങ്ങൾക്ക് ഇത് വേണം, രക്ഷപ്പെടണം ആഗ്രഹമുണ്ട് ഇല്ലേ? അല്ലയോ? ഓ ഉണ്ട്. എന്റെ ലെവൽ ഞാൻ വിചാരിച്ച ലെവലിൽ എത്താനാകുന്നില്ല. അപ്പൊ എനിക്കൊരു പാർട്ണർ ഉണ്ടായി. വൺ മിനിറ്റ്. ഇതാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ്. ഇത് നിർത്ത്, ഈ കഥ നിർത്ത്. ഇതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ട ആള്, എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇനി എന്താ വേണ്ടത്? നമുക്കത് നിർത്താം, ആ കഥ നിർത്താം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ സങ്കടമാണ്, ഞാൻ കേട്ട് കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്കിത് ഫിക്സ് ചെയ്യണോ വേണ്ടയോ? ഫിക്സ് ചെയ്യണമെങ്കിൽ തീരുമാനം എടുക്കാനുള്ള ഗഡ്സിൽ തീരുമാനം എടുക്കാം. 18-ാം തീയതി വാ, നമുക്ക് പണിയെടുക്കാം, റെഡിയാക്കാം, ഫിക്സ് ചെയ്യാം. റെഡിയാണോ? ഫൈസൽ ഖാൻ റെഡിയാണോ? അല്ല, ഞാൻ ഫൈസൽ ഖാൻ സംസാരിക്കട്ടെ. 1 മിനിറ്റ്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ സംസാരിക്കാം. ഫൈസൽ ഖാനോട് ഞാൻ സംസാരിക്കട്ടെ. ഫൈസൽ ഖാൻ ഫിക്സ് ചെയ്യണോ വേണ്ടയോ? റെഡിയാണ്. ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, പരിപാടികളൊക്കെ ഇനി നിർത്തി. അതാദ്യം തീരുമാനം എടുക്കുക. ഫ്രീ ആയിട്ട് എന്റെ ക്ലാസ് കുറെ കേട്ടില്ലേ? ഇപ്പൊ എനിക്ക് ടൈം, ഇപ്പം ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കുകയാണല്ലോ. അപ്പൊ ടൈം കിട്ടിയപ്പോഴാണ് ഞാൻ സാറിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇതില്. ഫ്രീ ആയിട്ട് ടൈം കിട്ടിയതുകൊണ്ടല്ല നിങ്ങൾ ഫ്രീ ക്ലാസ് കേട്ടത്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഫൈസൽക്ക് ഒരു കാര്യം ചെയ്യാൻ തീരുമാനം എടുക്കാം. നമ്പർ ഇവിടെ താഴെ എഴുതിയേ, ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ നമ്മളെ ടീം മെമ്പേഴ്സ് വിളിച്ചോളൂ. നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നുള്ളതുകൊണ്ടാണ് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചത് അല്ലേ? ഹെൽപ്പ് ചെയ്യാൻ തരാം. അതിനെനിക്ക് പേയ്മെന്റ് തന്നേ പറ്റും. പേയ്മെന്റ് തന്നാൽ എന്താ സംഗതി? നിങ്ങൾ സീരിയസ് ആയിട്ട് പണിയെടുക്കും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ വെറുതെ വായിട്ടലയ്ക്കും, നിങ്ങൾ ചെയ്താൽ ചെയ്ത്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ പണം മുടക്കിയാൽ ചെറിയൊരു ചൂടുണ്ടാവും, ഇല്ലയോ? അപ്പൊ നിങ്ങൾ ആ പണിയെടുക്കും. അപ്പൊ നമുക്ക് അങ്ങനെ സംസാരിക്കാം. റെഡി? അല്ലെങ്കിലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആട്ടോ. അതല്ലേ നമ്മളിവിടെ എല്ലാ ദിവസവും ചെയ്യുന്നത്. നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ചേഞ്ച് വേണം. ടേക്ക് ദ ഡിസിഷൻ. ഫൈസൽക്ക അധികം ചിന്തിക്കണ്ട. ഈ ചിന്തിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ ഗ്യാപ്പ് തരൂല. കാരണം നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പഴയ സ്വഭാവത്തേക്ക് പോകും, പഴയ ട്രാക്കിലേക്ക് പോകും. അത് പറ്റൂല. ഇനി ഞാൻ പറയുന്ന ട്രാക്കിലേക്ക് ഇങ്ങ് പോവാം. എന്നിട്ട് വന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആ പൈസ ഞാൻ അതുപോലെ തിരിച്ചു തരാം. പറ്റുമോ? റെഡിയാണോ? ഓക്കെ ഓക്കെ പറഞ്ഞാ പോലെ. യെസ്, ജോയിൻ ചെയ്തു എന്ന് പറ. കിട്ടിയാ മതി. ഞാൻ ജോയിൻ ചെയ്തു എന്ന് പറ. ഞാൻ ജോയിൻ ചെയ്തു. അതെ, ഓൺലൈനാണ്, പേടിക്കണ്ട. ഞാൻ ജോയിൻ ചെയ്തു. ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? അപ്പൊ ബാക്കിയുള്ളവരോടൊക്കെ ഇതേപോലെ തന്നെ പറയുള്ളൂ. ആരൊക്കെ ഇതേപോലെ ജോയിൻ ചെയ്തത് ഒന്ന് കമന്റ് ചെയ്തേ. ഫൈസൽ ഖാന്റെ കൂടെ ആരൊക്കെ ജോയിൻ ചെയ്തു? അടുത്ത ബാച്ചിലേക്ക് പറഞ്ഞോളൂ. വേറെ ആരൊക്കെ ജോയിൻ ചെയ്തു? പേടിക്കണ്ട. ചെറിയൊരു പേടി വരുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? യെസ്, ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പേടി കൊടുക്കും. ഈ പേടി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ പാറ്റേൺ അളകുന്നത്. മനസ്സിലാവുണ്ടോ? വിഷ്ണു, ഞാൻ അടുത്ത മന്ത് അല്ല വിഷ്ണു, ഈ മന്ത്, ഈ ആഴ്ച, ഈ 18-ാം തീയതി. മനസ്സിലാവുന്നല്ലോ? ഇനി അധികം സമയമില്ല. ഓക്കെ, ഇനി അധികം സമയമില്ല. മനസ്സിലാവുന്നുണ്ടോ വിഷ്ണു? ഈ മാസം എൻ്റെ പൈസ വേണ്ടേ? എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് വിഷ്ണു. ഈ ലോകത്ത് പൈസയുണ്ട്. വിഷ്ണുവിന് വേണ്ട പൈസ ഉണ്ട്. ഇതേ കിടക്കുന്നത്. അർഷാദെ മറുപടി കൊടുത്തേ. ഞാൻ പറയൂല. അർഷദ് മറുപടി തരും. ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടേ വെറുതെ കളയരുത്. എല്ലാരോടും എത്തിയത് തന്നെ പറയാനുള്ളത്. എന്തിനാ വെറുതെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് കളയുന്നത്? പേയ്മെന്റ് ഞാൻ പറഞ്ഞു. എന്റെ വീഡിയോ തന്നെ ഇടക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ അതിൽ ഗ്രൂപ്പിൽ ഷെയർ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് അർഷാദിന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നോ? എവിടെ? എന്താ അർഷാദ് ചെയ്തേ? ഞാൻ എന്ത് ചെയ്ത് അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ ആ പ്രോഗ്രാമിൽ വന്ന് സംസാരിക്കുന്നവരെ ഞാൻ മെയിൻലിക്ക് ഒരുപാട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ ഞാൻ ഇന്നെ തന്നെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ വിഷ്വൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് വിഷ്വൽ ചെയ്ത് ഞാൻ ഇട്ട ഡ്രസ്സ്, ഞാൻ വരുന്ന വണ്ടി, ഞാൻ ഏത് രീതിയിലാണ് വരുന്നത് ഒക്കെ വിഷ്വൽ ചെയ്തിട്ടാണ് ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അത് ഞാൻ ഡെയിലി ചെയ്തിട്ട് ഞാൻ ആ പ്രോഗ്രാമിൽ എത്താനുള്ള ഒരു മെന്റാലിറ്റി. ഓക്കെ, അത് എത്തിയപ്പോ അങ്ങനെ ചിന്തിച്ചപ്പോ എന്താ സംഭവിച്ചത്? പൈസ എവിടുന്ന് വന്നു? പൈസ അവിടെ നിന്നൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത അത് നമുക്ക് തന്നെ അറിയുന്നില്ല. ഒരു കണക്കിൽ നമ്മളെ ആഗ്രഹിച്ചത് നമ്മളെ അടുത്തേക്ക് തന്നെ വന്നു. ആ സമയത്ത് ഞാൻ ഒരാളോട് ചോദിക്കേണ്ടായി, അത് തരുന്നു വിചാരിച്ചല്ല, അത് നമുക്ക് കിട്ടുകയും ചെയ്തു. വിഷ്ണുവിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരോടും പറയാണ്, ക്യാഷിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തല്ല. അത് നമ്മുടെ സ്വത്തല്ല. അത് നമ്മുടെ കയ്യിൽ വന്നു പോകേണ്ട സാധനമാണ്. ഇത് വന്നു പോകാൻ മാത്രമേ നടക്കുള്ളൂ. നമ്മൾ കാര്യം നടന്നാ പോരെ. പണം ഇന്ന് നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ തന്നെ 2 ദിവസം കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ഒരിക്കലും പണം നിങ്ങളുടെ കയ്യിൽ പിടിച്ചു വെക്കാനുള്ള സാധനമല്ല, പിടിച്ചു വെക്കാൻ പാടില്ല. പണം വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പണം ഒരാളുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വരുത്തുന്നു. എന്നാൽ ഇനി എന്താ വേണ്ടത്? നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? പണിയെടുക്കാൻ കഴിയുന്നില്ല. 1 മിനിറ്റ്. നിങ്ങളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടെന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. ഇതല്ലേ പ്രശ്നം? ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ചിന്തിച്ച്, ശരിക്കും എല്ലാവരും കേട്ടോട്ടോ, പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവർ അല്ലാത്തവരൊക്കെ കേട്ടുള്ളൂ. ശരിക്ക് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ട്. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് പൈസയുണ്ട്. അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തത്. ശരിയാണോ വിഷ്ണു? ഓക്കെ, പിന്നെ എന്താ വേണ്ടത്? നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ കയ്യിൽ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ പൈസ നമ്മൾക്ക് വരണം. ഇന്നിപ്പോൾ പൈസ നമ്മൾ ഒരാളോട് എന്ത് ചെയ്തു? ചോദിച്ചു, കടം വാങ്ങി 8,000 രൂപ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്? ആലോചിച്ച് ചിന്തിച്ച് സ്മാർട്ടായിട്ട് ചിന്തിച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള അറിവോ കഴിവോ സംഗതിയോ ഇല്ല, അതിനുള്ള എനർജി ഇല്ല, നെഗറ്റീവായിട്ട് ചിന്തിച്ചു. നിങ്ങൾ ഈ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം ഫിക്സ് ചെയ്തു. ആലോചിച്ച് ചിന്തിച്ച് നന്നായിട്ട് പണിയെടുക്കാനുള്ള കഴിവും ആവേശവും ആത്മാർത്ഥതയും എല്ലാം നിങ്ങൾ ഉണ്ടാക്കി ഈ പ്രോഗ്രാമിൽ വന്നിട്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്?
പണിയെടുത്ത് കാര്യങ്ങൾ ചിന്തിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ റോൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ പൈസ ക്ലിയർ ചെയ്യുന്നു. ചിലപ്പോൾ ഈ പൈസ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി വേറെ ആൾക്ക് ചിലപ്പോൾ തൽക്കാലം റോൾ ചെയ്യേണ്ടി വരും. എന്തായാലും കുറച്ചും കൂടി കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. ആ സമയം നിങ്ങൾ കണ്ടെത്തും. അതിനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണ്? എനിക്കത് ഒരാളോട് എങ്ങനെ ഞാൻ കടം ചോദിക്കുക, അല്ലെങ്കിൽ ഒരാളോട് ഞാൻ എങ്ങനെയാ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റിസോഴ്സ്ഫുൾനെസ് ഇല്ലായ്മ. കടം ചോദിക്കുന്നത് ഒരിക്കലും തെറ്റൊന്നുമല്ല, പക്ഷെ കടം ചോദിക്കുന്നത് ശീലമാക്കുന്നത് തെറ്റാണ്. കടം ചോദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, ഒരാളുടെ സഹായം ചോദിക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് തന്നെ ശീലമാക്കി അത് ജീവിത രീതിയാക്കി മാറ്റുന്നത് തെറ്റാണ്. അപ്പോൾ അതിന് പകരം അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ചോദിക്കുക. അതിന് ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ്? എൻ്റെ അടുത്ത് ഇപ്പൊ കഴിവില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചോദിച്ചിട്ട് ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുന്നു? കഴിവ് എന്ത് ചെയ്യുന്നു? നിങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഈ ഹീൽ ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു, സംഗതികൾ ചെയ്യുന്നു, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു. ഓക്കെ, ഒരു 3 മാസം സമയം ചോദിച്ചു നോക്ക്, ചിലപ്പോൾ 2 മാസം സമയം ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ 1 മാസം സമയം ചോദിച്ചു നോക്ക്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ തരും. ജെനുവിനായിട്ട് ചോദിക്കുക. എന്നിട്ട് ആ 1 മാസം ഗ്യാപ്പിനുള്ളിൽ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, തിരിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ എനർജി അത്രയും ലെവലിൽ നിങ്ങൾ മാറും. ആ ലെവലിൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആൾക്കാരോട് ചോദിക്കാനും മനസ്സിലാക്കാനും ഇത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എല്ലാ കഴിവും നമ്മളിൽ ഡെവലപ്പ് ആയി. അതാണ് അർഷദ് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ വന്നതോടുകൂടി കംപ്ലീറ്റ്ലി ആൾക്ക് ഇപ്പം എല്ലാം ആൾ വിചാരിച്ച പോലെ നടക്കുന്നു. സാർ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസുകൾ തന്നില്ലേ? ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ആൻസേർഡ് ആണ്, ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവൃത്തികൾ. എല്ലാ കാര്യങ്ങളും ഇപ്പൊ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. മുന്നോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഉള്ളവരെല്ലാം എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഫിക്സ് യുവർ പ്രോബ്ലം. അപ്പൊ ആരൊക്കെയാ ഉള്ളത്? ആരൊക്കെ കൂടെ ഉള്ളത് ഈ ബാച്ചിലേക്ക്? വിഷ്ണു അടുത്ത ബാച്ച് അല്ല, അടുത്ത മാസമുള്ള ഈ മാസം റെഡിയാണോ? 18-ാം തീയതി അടുത്ത ബാച്ച് എന്താ വെച്ചാൽ എനിക്ക് വേറെയും കുറെ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് പിന്നീട് ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. സോ റെഡിയാണോ? വിഷ്ണു പേടിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ വിഷ്ണുവിനെ ഞാൻ ഹെൽപ്പ് ചെയ്യണം. കാരണം പലപ്പോഴും നമുക്കെന്താ വെച്ചാൽ പേടിയുണ്ടാകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുക. പേടിയില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? പേടിയല്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നം. ഹലോ, യെസ് പറഞ്ഞോളൂ സാറേ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടേ ഞാൻ സാറ് ഇവിടെ നിന്ന് എനിക്കൊരു കറക്റ്റായിട്ട് ആൻസർ തരണം. സാറ് പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് പുറകില് PSCയുടെ പുറകില് പോയിട്ടുള്ള കാര്യം. ഞാൻ ഒറ്റൊരു വേക്കൻസി, ഞാൻ ഒരുപാട് പരീക്ഷ എഴുതി ഒരു സ്റ്റോർ കീപ്പർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്തു. അത് ഞാൻ ഒറ്റൊരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഒരു എക്സാം കഴിഞ്ഞു, 2 എക്സാം കഴിഞ്ഞു, പിന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞു, എന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കി, എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവര് എന്റെ കമ്പനി ബാംഗ്ലൂർ ഹെഡ് ഓഫീസിലാണ്. അപ്പോ എന്റെ ചെറിയൊരു ഒരു ഇനീഷ്യൽ തെറ്റിപ്പോയതിന് അവർ 4 പ്രാവശ്യം എന്റെ ബാംഗ്ലൂരിലേക്ക് നടത്തിച്ചു. എക്സ്പീരിയൻസ് ലെറ്റർ ശരിയില്ല പറഞ്ഞിട്ട്. എന്നിട്ട് കാലിക്കറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടുത്തെ അവര് പറഞ്ഞ് PSCയുടെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് ആ എക്സ്പീരിയൻസ് ലെറ്റർ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കാലിക്കറ്റില് അവിടെ ഒരു ആയിഷ എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ട്, അവരുടെ പോയി ഞാൻ എക്സ്പീരിയൻസ് ലെറ്റർ ശരിയാക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും വേണം, കമ്പനിയിൽ നിങ്ങളെ അറ്റൻഡൻസ് വർക്ക് ചെയ്തതിന്റെ തെളിവ് വേണം, പിന്നെ ഒരു ഫോം ഉണ്ട്, ആ ഫോമിൽ HR അവർ സൈൻ ചെയ്യണം. ഞാൻ എല്ലാം എത്തിച്ചു കൊടുത്തു. അവരെന്നിട്ട് ഓക്കെ എനിക്ക് സമ്മതിച്ചു, എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടി, ഞാൻ എന്റെ PSC ഓഫീസിൽ ഹാജരാക്കി, എന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി, എല്ലാം കഴിഞ്ഞു. പിന്നെ ഇവര് പറഞ്ഞു ലിസ്റ്റ് ഇട്ടോ. ഞാൻ പറഞ്ഞു ഒപ്പം ലിസ്റ്റ് വെച്ചു. അപ്പൊ ലിസ്റ്റ് ഇടാൻ ടൈം എടുത്തു പറഞ്ഞു. ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞു, എല്ലാം ഓക്കെ. ഡിസബിലിറ്റി ആയിട്ട് ഞാൻ ഒരാളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡിസബിലിറ്റി കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു നിങ്ങൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ശരിയില്ല, അതിന് DMO ഓഫീസിൽ ഒപ്പില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും DMO ഓഫീസിൽ പോയിട്ട് അവര് പറഞ്ഞു ഇപ്പോഴത്തെ പുതിയൊരു DMO പഴയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ല, ഇപ്പൊ പുതിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, UDID സുനിൽ സാർ എന്താണ് പ്രോബ്ലം? പറയൂ, നിങ്ങൾ കഥകൾ പറയാണ്, പ്രോബ്ലം പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അല്ലെങ്കിൽ അവസാനം വരെ എത്തിയിട്ട് അവസാനം ഇപ്പൊ അവര് പറയുന്നത് ബ്ലൈൻഡിന് ആ വേക്കൻസി ഉള്ളത്, അതിനിപ്പോ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിവരാവകാശത്തിന് വേണ്ടി പോയി കൊടുക്കാൻ വേണ്ടി ആക്ഷൻ എടുക്കാൻ വേണ്ടി പോകും. എന്തായാലും ഇങ്ങനെ സംഭവിക്കുന്നത് സാറേ? ഇത് നിങ്ങളൊരു കാര്യം ചെയ്യാ, നിങ്ങളിപ്പോ ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ കുറെ പറഞ്ഞല്ലോ. ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ വല്ലാണ്ട് സംസാരിക്കാറുണ്ട്. ആ എനർജി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. ഇനി കഥകളും വിഷമങ്ങളും പറയുന്നത് നിർത്തും. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് പറഞ്ഞു വന്നപ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ആ പ്രശ്നങ്ങൾ ഇതിലെന്താണ് സംഭവിക്കുന്നത് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. വേറൊന്നും ചിന്തിക്കണ്ട. ദാറ്റ്സ് ഓൾ. വേറെ സംസാരമോ ചർച്ചയോ ഒന്നും വേണ്ട. എന്ത് പ്രോബ്ലം സംഭവിക്കുന്നു ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം അത് മാത്രം ആലോചിക്കാം. ഇതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യും.
ഇതെന്താ അങ്ങനെ സംഭവിക്കുന്നത്, അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെ സംഭവിക്കുന്നത്, ഇത് ആലോചിക്കാൻ പോകണ്ട. യു സോൾവ് യുവർ പ്രോബ്ലം. ആ കാരണം ഓൾറെഡി അതിനുള്ള ആൻസർ നമ്മൾ ഇതിനു മുൻപ് തന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ യു ജസ്റ്റ് ഫിക്സ് യുവർ പ്രോബ്ലം. പോയിട്ട് എന്ത് ചെയ്യും, ഡോക്ടറോട് അല്ലെങ്കിൽ എന്താ പറയുക, എന്താ സബ്മിറ്റ് ചെയ്യേണ്ടത് അത് സബ്മിറ്റ് ചെയ്യും. ഒരു കമ്മീഷനിൽ പോകാൻ പറ്റുമെങ്കിൽ പോവാം. അഡ്വക്കേറ്റ് ആയിട്ട് പോയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് തേടുന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ഡു ഇറ്റ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി ഞാൻ ആൻസർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത്, നമ്മുടെ എനർജി നമ്മൾ അങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത്. ആ എനർജി ക്യാരി ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക, ആ എനർജി കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തും. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്താ വെച്ചാൽ അതാ പറഞ്ഞ നെക്സ്റ്റ് മന്ത് നോക്കാം. ഓക്കെ, വിഷ്ണു എനിക്ക് മനസ്സിലായി, വിഷ്ണുവിന്റെ ചോയ്സ് ആണ് കേട്ടോ. ഇത് സോൾവ് ചെയ്യാൻ വിഷ്ണു ഇപ്പൊ ചിന്തിക്കുന്ന രീതി എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലായി. വിഷ്ണു ഭയങ്കര പെയിനിലാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലരുമാണ് എന്നെ ഇപ്പൊ സഹായിച്ചു, ഇതുപോലെ തന്നെയാണ്. പക്ഷെ വിഷ്ണുവിനെ ഇപ്പം വിഷ്ണു സഹായിക്കണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കം ടു ദ പ്രോഗ്രാം, ഫിക്സ് ദ ഇഷ്യൂ. ഓക്കെ, ഓൾറെഡി വിഷ്ണുവിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. ബട്ട് ഇറ്റ്സ് യുവർ കോൾ. നമുക്ക് എന്താ വെച്ചാൽ പറയാനേ പറ്റുള്ളൂ, ബാക്കി നിങ്ങളാണ് ആലോചിക്കേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് വിഷ്ണു ഒരു കാര്യം ചെയ്യാം, മാത്രം ചെയ്യാം. വിഷ്ണു ഒരു കാര്യം ചെയ്യും. വിഷ്ണു ഇപ്പം എന്താ വെച്ചാൽ എനിക്കിപ്പം ഇത്രയും കാര്യങ്ങൾക്ക് ഇത്രയും പൈസ എൻ്റെ അമ്മയാണ് തന്നത്, എൻ്റെ അനിയത്തിയാണ് തന്നത്, എൻ്റെ കാമുകിയാണ് തന്നത്, ഈ കാര്യങ്ങളൊക്കെ വിഷ്ണുവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വിഷ്ണു ഇപ്പം ചിന്തിക്കുന്നത് വെച്ചാൽ ഇനി എനിക്കിപ്പോൾ ആരെ എന്നെ സഹായിക്കാം, എനിക്കൊരു വഴിയില്ല, ഇങ്ങനെയാണ് വിഷ്ണു ചിന്തിക്കുന്നത്. ഇതിന് പകരം വിഷ്ണു ഒരു കാര്യം ചിന്തിക്കേണ്ടത് എന്താണ്, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇനി എന്താണ് വഴിയുള്ളത്, ഒരു ചോദ്യം ഒന്ന് എഴുതി വെച്ച വിഷ്ണു, എഴുതി വെക്കുമോ? എഴുതി, ഇനി എനിക്ക് എന്തൊക്കെ വഴികളുണ്ട്, പണം കണ്ടെത്താൻ എഴുതിക്കോ. പണം കണ്ടെത്താൻ ഇനി എനിക്ക് എന്തൊക്കെ വഴികളുണ്ട്, വേറെ എന്തൊക്കെ വഴികളുണ്ട്, എനിക്ക് വേറെ ആരോടൊക്കെ ചോദിക്കാം, ഒന്ന് ജസ്റ്റ് എഴുതി വെക്കും. ഓക്കെ, ഒന്ന് എഴുതുക. രണ്ടാമത്തത് നിങ്ങൾ വിഷ്ണു എഴുതേണ്ടത് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇരിക്കുന്നു, 18-ാം തീയതി നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൽ ഇരിക്കുന്നു, പൈസയുടെ കാര്യം എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ഒന്നും ചിന്തിക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക, കണ്ണടച്ചിരുന്നിട്ട്. വിഷ്ണു അറിയതേ ഇവിടെ ഉണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ണടച്ചിരുന്നിട്ട് എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ടും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതായിട്ടും ക്ലാസ് കേൾക്കുന്നതായിട്ടും അതിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതായിട്ടും അതിൽ പ്രാക്ടീസുകൾ ചെയ്യുന്നതായിട്ടും ഇതെല്ലാം മനസ്സിൽ കാണും. കറക്റ്റായിട്ട് മനസ്സിൽ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ കാണുക. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ ഓരോന്നും ക്ലിയർ ആകുന്നു, അതിനുവേണ്ട എല്ലാ വഴികളും പറഞ്ഞു തരുന്നു, അതെല്ലാം നോട്ട് ചെയ്തെടുക്കുന്നു, അതിനുവേണ്ട പ്രാക്ടീസസ് പറഞ്ഞു തരുന്നു, ആ പ്രാക്ടീസുകൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. നിങ്ങളുടെ മെൻറ്റർ നിങ്ങളുടെ കൂടെയുണ്ട്, മെൻറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു. നിങ്ങൾ ഡൗൺ ആയി പോകുന്ന സമയം നിങ്ങൾ കൈപ്പിടിച്ച് വരുന്നു. നിങ്ങളെല്ലാം ക്ലിയറായി ഉഷാറായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ ഉഷാറായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നു. എല്ലാം ബിസിനസ്സും കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ബിസിനസ് ചെയ്യാനുള്ള എനർജി ഉണ്ട്, ഐഡിയ ഉണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഓടുന്നു, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾ അങ്ങനെ പൈസ പെട്ടെന്ന് കടം വാങ്ങിച്ചിട്ടുള്ള എല്ലാ പൈസകളും കടങ്ങളെല്ലാം നിങ്ങൾ വീട്ടുന്നു. നിങ്ങൾ കൂടുതൽ പണം ഉണ്ടാക്കുന്നു, കൂടുതൽ ഉഷാറായിട്ട് ജീവിക്കുന്നു, എല്ലാം അടിപൊളിയായിട്ട് മാറുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു സംഗതി വിഷ്വലൈസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞത് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാം, മനസ്സിൽ കണ്ടാൽ മതി. അതിൻ്റെ ഇടയിൽ ഒരു ചിന്ത വേണ്ട, അപ്പോ ഒരു സാധനം വേണ്ട, പിന്നെ പക്ഷേ ഈ ചിന്ത വേണ്ട, അത് കട്ട് ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് അതുപോലെ അങ്ങോട്ട് ചെയ്യും. പറ്റുമോ വിഷ്ണു? ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു ദാറ്റ്? ഞാൻ ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് പൈസ വരും. കാരണം നിങ്ങളുടെ ബ്രെയിനിൽ അതിനുള്ള സാധനങ്ങൾ മാറി തുടങ്ങും. അപ്പം നിങ്ങളുടെ ബ്രെയിനിലെ അവയർനെസ്സും ചിന്തയും. വിഷ്ണു ഇത് ചെയ്യാൻ പറ്റുമോ? വിഷ്ണുവിന് പേടിയാണ്, മറുപടി ഇല്ല. വിഷ്ണു ഇതേപോലെ വന്നതാ ഞങ്ങളെല്ലാം, ഞങ്ങളുടെ കയ്യില് ഇപ്പൊ ഇതുവരെ യെസ് എന്ന് പറഞ്ഞിരുന്ന ഒരാള് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ സാധനം, പേടി. മനസ്സിലായോ വിഷ്ണു? സാർ ഞാൻ മിനിയാണ്. സാറിന്റെ ക്ലാസ്സിൽ വന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്കൊരു ലക്ഷ്യം എന്റെ പാഷനായിട്ടുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു. അതില് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ചില ടീം മാനേജ്മെന്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ അതാണ് ഇപ്പൊ അന്നേരം ഇപ്പൊ ഇന്നലെ തന്നെ ഇൻഡോറും പിന്നെ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിക്കലുണ്ട്. പിന്നെ ആ സമയത്താണ് ഇപ്പം ഞങ്ങളെ ടീമിന്റെ ക്ലാസ്സിന്റെ സമയത്താണ് സാറിന്റെ ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ട് കുറെയൊക്കെ ഡിലേ ആയി പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥാനത്ത് എത്തി നിൽക്കുന്നുണ്ട്. ടീം മാനേജ്മെന്റ് എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒരു വലിയ ഡ്യൂട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. അവിടെ വെച്ചാൽ എന്റെ കൂടെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട്. അന്നേരം നമ്മള് പറയുന്ന കാര്യങ്ങളിൽ പോലെ അല്ലെ എന്റെ ഒരു വിഷനോ മിഷനോ പോലെയൊക്കെ
ടീമിനെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റണം. അന്നപ്പം ടീമിൽ കൂടെ വരുന്ന ആളുകള് നമ്മളോടൊപ്പം നിൽക്കുന്ന രീതിയിലാവണല്ലോ. അപ്പൊ ഇന്നലെ തന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞുകൂടാ. അതായത് എന്റെ ഒരു ലീഡർ ഉണ്ട് സാറിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നിരുന്നു ഒരു 2-3 വർഷം മുന്നേ. അങ്ങനെ അവരിപ്പോ എന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു നല്ല ലീഡർഷിപ്പ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ എന്റെ ഐഡിയ വെച്ചിട്ട് ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ആശയങ്ങൾ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിഷൻ 90 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ടീമിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ നന്നായിട്ട് ഗ്രോത്തിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഇന്നലെ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്റെ ഐഡിയ ഞാൻ ഫീൽഡ് പോയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ ടീമാണ് ചെയ്യേണ്ടത്. അവരുടെ ടീമിലേക്കാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ആ സമയത്ത് പിന്നെ മാഡം എന്നോട് ഇങ്ങോട്ട് പറയുന്നത് പിന്നെ കഴിഞ്ഞ കാല കുറെ കാര്യങ്ങള് മിനി അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴേക്കും എനിക്ക് കൺഫ്യൂഷൻ വന്നു. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അവിടെ, എങ്ങനെയാണ് അത്. അവരുടെ കാര്യങ്ങൾ കേട്ട സമയത്ത് എന്റെ മനസ്സിലും എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു, ഇപ്പൊ ഞാൻ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ മാഡം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മിനി എവിടെയാ ഉള്ളത്. ഞാൻ ചോദിച്ചു ആ ക്ലാസ്സിലാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ സാറിന്റെ ക്ലാസ്സിലാണ് ഉള്ളത്. എന്തിനാ ഇപ്പൊ മൈൻഡ് പവർ ഒക്കെ മിനി എത്ര ക്ലാസ്സിൽ ഇനി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് ആൻസർ പറഞ്ഞു. ഞാൻ പറഞ്ഞ മാഡം ഇപ്പൊ എന്തായാലും എനിക്ക് ഈ ക്ലാസ് വേണം എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം പിന്നെ അവിടുന്ന് ഓരോടെ വേഗം ഒഴിഞ്ഞു മാറിയിട്ട് വന്നു. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഞാൻ ഒരു സിസ്റ്റത്തിലേക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്റെ ടീമിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം വന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ടീം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം. ഒരുപാട് ആളുകൾ വരുന്ന ഒരു വർക്കാണ്, ഡയറക്ട് സെല്ലിംഗ് ആണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. അതിനെന്താണ് സൊല്യൂഷൻ സാർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. EFT പ്രോഗ്രാം കഴിഞ്ഞാല് അറിയാം അതിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെ. എന്നാലും കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു ടീമിനെയും കൂടി എനിക്ക് സാറിന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. മാമിന്റെ ഉള്ളില് നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് നമ്മളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനമാണ്, കഴിവ് എന്ന് പറയും. അപ്പൊ മാമിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളില് മുൻപിലേക്ക് ഒരു ചലഞ്ച് വരുമ്പോഴാണ് ആ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനുള്ള ആവശ്യകത ഉണ്ടെങ്കിലേ പുറത്തേക്ക് വരുള്ളൂ. എപ്പോഴാണ് നമ്മുടെ കഴിവ് പുറത്തേക്ക് വരിക? വെൻ ദർ ഇസ് എ നെസസിറ്റി. അത്യാവശ്യം ഉണ്ടാകുമ്പോഴേ കഴിവ് പുറത്തേക്ക് വരുള്ളൂ. ഈ അത്യാവശ്യം ഉണ്ടാകുന്ന സമയത്തുള്ള ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് കഴിവ് പുറത്തേക്ക് വരും. ഒരു പ്രോബ്ലം നമ്മുടെ മുൻപിലേക്ക് വന്നു, ഇതെനിക്ക് സോൾവ് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിനുള്ള കഴിവ് പുറത്തേക്ക് വരുള്ളൂ. മാം എന്താ വേണ്ടത്? ആ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മാമിന് കുറേ ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്, സോൾവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിലും കുറച്ച് എനർജിയിലും കുറച്ച് പ്രശ്നമുണ്ട്. മാം പ്രോഗ്രാമിലേക്ക് എന്തായാലും വരും. 18-ാം തീയതിയിലെ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരും. ഫുൾ ടൈം നമ്മുടെ കൂടെ ഇരിക്കും. നമ്മുടെ വൺ ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളല്ലേ, പക്ഷെ വൺ ഡേയിൽ അറിയാലോ കുറച്ച് നമ്മൾ അതല്ല. നിങ്ങൾ ഫുൾ ഡേ പ്രോഗ്രാമിലേക്ക് വരും. നിങ്ങളുടെ ഫുൾ എനർജി ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ വർക്ക് ചെയ്യും. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറമെ അതിൽ തന്നെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ന് പറഞ്ഞതുപോലെ അവസാനം നിങ്ങൾ ആദ്യമൊക്കെ പോസിറ്റീവായി സംസാരിച്ചിട്ട് പിന്നീട് അവസാനം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നപ്പോൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള സംസാരിച്ചത്. മനസ്സിലായോ? അങ്ങനെ അതാണെങ്കിലും ഇതാണെങ്കിലും അങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പം മാം ഒരു കാര്യം ചെയ്യുന്ന വെച്ചാൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ 100% നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ മാം ചോദിച്ചില്ല എന്തിനാണ് ഇനി മൈൻഡ് പവർ ട്രെയിനിങ്. മൈൻഡ് പവർ ട്രെയിനിങ് ആവശ്യമാണ്. കാരണം നമ്മൾക്ക് നമ്മുടെ സെൽഫിനെ ക്ലിയർ ആക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് നമ്മളുടെ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാൻ കഴിയില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, യു ഹാവ് ടു ഫിക്സ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മളെ ഫിക്സ് ചെയ്തേ പറ്റൂ. എന്നാലേ നമ്മുടെ മുൻപിലുള്ള ചാലഞ്ചസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചേഞ്ച് ആവും, കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. അത് ഭയങ്കര രസമാണത്. അതായത് ഇന്ന് കഴിയില്ല എന്ന് പറഞ്ഞ ആൾ നാളെ കഴിയും, എന്തും നടക്കും എന്നുള്ളൊരു അവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടാവും. ചോദ്യം ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും, ഓൺലൈനാണോ? അതെ, ഓൺലൈനാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. 10 ദിവസത്തെ കോഴ്സാണ്. അതിൽ ഓൺലൈനാണ്. പിന്നെ ഇവിടെ ഒരു ഭയങ്കര രസകരമായ ഒരു കാര്യം നടന്നു. വിഷ്ണുവിന്റെ എനർജി ഞാൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു, ചേഞ്ച് ചെയ്ത് തുടങ്ങി. ഉടനെ തന്നാ പൈസ വന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ ഗിവ് യു 1000 rupees. സൗകര്യം പോലെ തന്നാൽ മതി. വിഷ്ണുവിന് ഒരാൾ പൈസ ഓഫർ ചെയ്തു, അജാസ്. വിഷ്ണു മനസ്സിലായോ? വഴിയില്ല. എവിടെ? ചേച്ചി, ഗേൾ ഫ്രണ്ട്, അനിയത്തി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞിരിക്കുന്ന അമ്മ, ഇവരൊക്കെ ആയിരുന്നു ഇപ്പൊ സപ്പോർട്ട് ചെയ്തത്. വേറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. ദിസ് ഇസ് കോൾഡ് യൂണിവേഴ്സൽ സപ്പോർട്ട്. മിറക്കിൾസ് മാൻ. ഈ ആൾക്ക് നിങ്ങൾ അറിയ പോലും ഇല്ല. വിഷ്ണു മനസ്സിലായോ? വൺസ് യു ചേഞ്ച് യുവർ തോട്ട്സ്, വിഷ്ണുവിന്റെ പേടി
ഉണ്ട്. ആ പേടി എന്ന് പറയുന്ന സാധനത്തിന് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ വിഷ്ണുവിന്റെ ഉള്ളിൽ ചേഞ്ച് നടക്കാൻ തുടങ്ങി. ആ ചേഞ്ച് നടക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ യു ആർ ഗെറ്റിംഗ് മണി. ഞാൻ ഫോണും വെച്ചിട്ട് ഞാൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മെസ്സേജ് നീ കണ്ടില്ല അല്ലേ? ഇല്ല ഞാൻ ഫോണും ചെവിയിൽ പിടിച്ചു വെച്ചിട്ട് ഞാൻ പല്ല് ഇപ്പൊ നീ തേച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? വിഷ്ണു ഒരു കാര്യം, വിഷ്ണു നമ്പർ ഇവിടെ താഴെ നിങ്ങളെ ബന്ധപ്പെടാം. വിഷ്ണുവിന്റെ നമ്പർ ഇവിടെ താഴെ, നമ്പർ കമന്റ് ചെയ്തിട്ട് പേടിക്കല്ലേ. ഓക്കെ, നമ്മളെ ടീമിന് സർ, എന്റെ ടീം ഒരു 100 പേരൊക്കെ വരുന്ന സമയത്ത് സാറേ ഒരു മൈൻഡ് പവർ ക്ലാസ് പേ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ഫിസിക്കൽ അതായിട്ട് ഓൺലൈൻ അല്ലാത്ത ക്ലാസ്സിൽ തരാൻ പറ്റുമോ? ഒരു 2-3 മാസം കൊണ്ട്. ഓ, നല്ല പൈസയാവും. നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ആണല്ലേ? ഞാൻ അതേപോലെ ഓരോരുത്തരുടെ 100 പേരുണ്ടെങ്കിൽ എന്താ, 100 പേരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്താൽ, നിങ്ങൾ 100 പേരുണ്ടെങ്കിൽ ഓരോരുത്തർ 1500 വെച്ച് എടുത്താൽ മതി, എനിക്ക് തന്നാൽ മതി. ആണല്ലേ? ഒരു ദിവസത്തെ ഫുൾ അടിപൊളി. ഒരു 3 months ഗോളായിട്ട് ഞാൻ എടുക്കുകയാണ്. എന്തായാലും ക്ലാസ് വേണം, മൈൻഡ് പവർ ക്ലാസ് വേണം. അല്ലാണ്ട് എന്റെ മൈൻഡിലുള്ളത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റണമെങ്കിൽ ഓരും കൂടി ഓക്കെ, അതെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 8000 രൂപ ഒരാൾ അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഫുൾ ഡേ ക്ലാസ് നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി തരാം. 1500 രൂപ പെർ ഹെഡ് എല്ലായിടത്തും വാങ്ങിച്ചിട്ട് എന്റെ കയ്യിലേക്ക് തന്നാൽ മതി. ഓക്കെ, താങ്ക് യു സർ. ശരി. പിന്നെ അവിടെയുള്ള റേഞ്ച് പോയി ഹോട്ടൽ എക്സ്പെൻസും കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ പ്രൈസിങ് കണ്ടാൽ മതി. ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ അടിപൊളി പ്രോഗ്രാം നമുക്കവിടെ നടത്താം കേട്ടോ. കാലിക്കേറ്റ് വെച്ചിട്ട് നടത്താം. അത് പ്ലാൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ശരി. ഞാൻ ഒന്നും കേട്ടില്ലായിരുന്നു. എന്റെ റേഞ്ച് പോയി നിൽക്കുന്നു. ആ, ഒന്നും കേട്ടില്ലേ വിഷ്ണു? വിഷ്ണുവിന്റെ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ, അജാസ് ബന്ധപ്പെട്ടോളൂ കേട്ടോ. അജാസ് ഓൾറെഡി നിങ്ങൾക്ക് ക്യാഷ് തരാന്ന് പറഞ്ഞു. പക്ഷെ ആ ക്യാഷ് എന്തിനു ഉപയോഗിക്കണം? കോഴ്സിന് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിരുന്നിട്ട് അപ്പൊ പൈസ വരും. ഞാൻ വരും പ്രതീക്ഷിച്ചില്ലല്ലോ, പെട്ടെന്നല്ലേ. അതാണ് ഞാൻ പറയുന്നത്, നീ പ്രതീക്ഷിക്കാത്തൊക്കെ നടക്കും. അതല്ല ഇവിടെ പറയുന്നത്. ഇവരിങ്ങനെ രാവിലെ ഇരുന്നിട്ട് ഇവരൊക്കെ പറയുന്നത് എന്താണ്? ഇവരൊക്കെ പറയുന്നത് ഈ അർഷാദ് പറയുന്നത് എന്താണ്? അതേപോലെ സജീറ പറയുന്നത് എന്താണ്? ജസീറ പറയുന്നത്, ഇവരൊക്കെ പറയുന്നത് എന്താണ്? ഇതാണ് സംഗതി. ഈ പ്രതീക്ഷ നടക്കാൻ തുടങ്ങും. അർഷദ് കണ്ടല്ലേ ചിരിക്കുന്നു. അർഷദിന്റെ ഒക്കെ കിളി പോയിരിക്കുകയാണ്. ഇതെന്താ നടക്കണമെന്ന് അർഷദിന് തന്നെ അറിയില്ല. അവന് പ്രോഗ്രാമിന്റെ day 1 പോയിട്ടുണ്ട് അവന്റെ കിളി. ഇതുവരെ അവന്റെ ചിരി നിന്നിട്ടില്ല. അവനിപ്പോ ഫുൾ ടൈം മാത്രമേ ഉള്ളൂ. അവനോട് ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ മതി, അർഷദ് ആ പിക്ചറിലേക്ക് ഒന്ന് പോയേ കേട്ടോ. ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ പിക്ചറിലേക്ക് പോയേ ഒന്ന് ഫോക്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി, അവന്റെ ചിരി തുടങ്ങും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ അജാസ് ഓൾറെഡി നമ്പർ ചോദിച്ചിട്ടുണ്ട്. നിന്റെ വിഷ്ണുവിന്റെ നമ്പർ, GPay നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കിപ്പോ നിങ്ങൾക്ക് പൈസ ഇട്ട് തരാനിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇതിലെ മിറക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അജാസ്, വെൽ ഡൺ. യു ഹാവ് എ ബിഗ് ഹാർട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെന്ന് വെച്ചാൽ, അപ്പൊ എല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാം, മിറക്കിൾസ് എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ആണ്, ഓൾറെഡി ഡൺ. പൈസ അടച്ചു കഴിഞ്ഞു അജാസ്. ഇനി വിഷ്ണുവിന് ഈ പ്രോഗ്രാമിൽ വരല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ബാക്കി ക്യാഷ് കണ്ടെത്ത്, വിഷ്വലൈസ് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക കേട്ടോ. ഓക്കെ, വഴികളുണ്ടാവും. ഓക്കെ വിഷ്ണു, അറിയാൻ പറ്റില്ല. ഇനി വേറെ ആർക്കെങ്കിലും വിഷ്ണുവിനെ സഹായിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാരും ഉണ്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. 500 rupees അല്ലെങ്കിൽ 1000 rupees യു ക്യാൻ ഹെൽപ്പ്. ഇറ്റ്സ് അപ് ടു എനിബഡി. എനിവേ, പറയാൻ പറ്റില്ല, നമുക്ക് അത്ഭുതങ്ങൾ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. സോ എനിവേ, അപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമിലേക്ക് വരിക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ഇല്ലെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിലേക്ക് ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഓരോ ദിവസവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് ബുധനാഴ്ചയാണ്. ഒരാഴ്ച ഇങ്ങനെ ക്ലാസ് ടൈം വരുന്നത് വൈകുന്നേരം 7:30 കേട്ടോ. വൈകുന്നേരം 7:30 മുതൽ 9:30 വരെയാണ് പ്രോഗ്രാം ഉണ്ടാവുക. ഓക്കെ, ആ ഒരു പ്രോഗ്രാമിലേക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് അതിൽ വരിക. വന്നിട്ട് എന്താ വെച്ചാൽ സൂമിലാണ് ക്ലാസ് ഉണ്ടാവുക. നിങ്ങൾക്ക് പേഴ്സണൽ മെന്ററിങ് ഉണ്ടാകും. നിങ്ങൾ ചുമ്മാ ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിക്കുകയല്ല ചെയ്യുക. ക്ലാസ്സിൽ 10 ദിവസം ക്ലാസ് ഉണ്ടാകും. അതിന് പുറമെ 30 days നിങ്ങൾക്ക് നിങ്ങളൊരാളെ ഏൽപ്പിച്ചിട്ട് അയാൾ നിങ്ങളെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. നിങ്ങളെ വിളിച്ചുണർത്തി കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു സപ്പോർട്ട്. നിമ്മി ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? നിമ്മി ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ.
ഓ ഇല്ല ഇല്ല ഈ നിമി എവിടെ പ്രോഗ്രാം സ്ഥലം? ചെയ്തിട്ടില്ല. ഇല്ല, ഫസ്റ്റ് ടൈമാണ്. എവിടെ സ്ഥലം? ടൈമിംഗ് എന്താ പറഞ്ഞത്? 7:30 to 9:30 ഈവനിങ് ആണോ ഇന്ത്യ? ഈവനിങ്. ഈവനിങ്? ഈവനിങ് എന്താ പ്രോബ്ലം? ഓ അവിടുത്തെ ഈവനിങ് ആകുമ്പോ ഇവിടുത്തെ എവിടെ നിമി എവിടെ സ്ഥലം പറ? കാനഡ. ഇപ്പൊ കാനഡ. കാനഡയിൽ കാനഡയിലാണ്. കഴിഞ്ഞ ബാച്ചിൽ ഞങ്ങൾക്ക് കാനഡയിൽ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. കാനഡയിൽ ഇന്നലെ അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഇല്ലേ അർഷാദ്, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. മറ്റേ അശ്വതി പിന്നെ ജോസഫ് ആളെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ലേ? അതെ മനസ്സിലാവുണ്ടോ? ഈവനിങ് ഇന്ത്യൻ ടൈം അല്ലേ? ഈവനിങ് ഇന്ത്യൻ ടൈം. വറീഡ് ആവണ്ട. അവിടെ എത്ര സമയം പറ? ഇപ്പോഴത്തെ ഇവിടുത്തെ ടൈം ഈവനിങ് 9:30 ആണ്. ഈവനിങ് 9:30 ആണ്. അപ്പൊ അവിടെ നിങ്ങൾ ഏർലി മോർണിംഗ് ആവും അല്ലേ? ഓ ഏർലി മോർണിംഗില് 7:30 9:30 ആ റേഞ്ചിൽ. 7:30. ഓ അത് പോസിബിൾ അല്ല. അപ്പം വർക്കിന് ഞങ്ങൾക്ക് ജോലിയാണ്, ഡ്യൂട്ടിക്ക് പോകുമായിരിക്കും. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. ക്യാൻ യു ഓക്കെ. എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ തയ്യാറാണോ? റെക്കോർഡ് സെഷൻ കേട്ടിട്ട് നമ്മൾ ടീം ഹെൽപ്പ് ചെയ്യും. അതെ. ഓക്കെ, ഡു വൺ തിങ്. കുഴപ്പമില്ല. അപ്പൊ 7:30 നിങ്ങൾ എന്ത് ചെയ്യും? പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. റെക്കോർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കം ടു ദ പ്രോഗ്രാമിലേക്ക് വന്നോളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. ഓക്കെ, എന്നിട്ട് പിന്നെ കം ടു ദ പ്രോഗ്രാമിലേക്ക് വായു. ഓക്കെ, നിമ്മി ഒരു കാര്യം നിമ്മിയുടെ ഏത് ഗ്രൂപ്പിലുള്ളത്? ഷാഫി ഇൻസ്പേസ് അക്കാഡമിയുടെ ഏത് ഗ്രൂപ്പിലുള്ളത്? 2 ഗ്രൂപ്പിലും ഉണ്ട്. ഞാൻ ഓൾറെഡി പേ ഒക്കെ ചെയ്തതാണ്. ഓൾറെഡി എനിക്കറിയില്ലായിരുന്നു ഈവനിങ് ടൈം ആണെന്നുള്ളത്. ഞാൻ മോർണിംഗ് ആണെന്നാണ് വിചാരിച്ചത്. സെയിം ടൈം. ഓക്കെ, സെയിം ടൈമിലല്ല, ഈവനിങ്ങിലാണ്. ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓ യെസ്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഈ ബാച്ചിലുണ്ടല്ലേ? അതെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാം. അപ്പോൾ സ്റ്റേ എക്സൈറ്റഡ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. അപ്പോൾ എന്താണ് ഈ മോർണിംഗിലൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ക്ലാസ് ആയി നിമ്മി അറ്റൻഡ് ചെയ്യുന്നു? ഇപ്പൊ ഒരു 3 to 4 ആണെന്നുള്ളത്. ബിറ്റ്വീനിൽ മിസ് ആയി പോകും. ഓക്കെ, ബിറ്റ്വീൻ മിസ് ആയി. ഓക്കെ, 3 to 4 സെഷൻസ് ആയി. എന്താണ് ഫീൽ ചെയ്യുന്നത്? വാട്ട് ഈസ് യുവർ ഫീലിംഗ് സോ ഫാർ? കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോ തോന്നും, ഈ 2 hours വേസ്റ്റ് ചെയ്യാണോ? ആ ടൈമും കൂടി എനിക്ക് പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്ത് കൂടെ തോന്നാറുണ്ട്, ഓപ്പൺലി പറയുകയാണെങ്കിൽ. ഇല്ല, അത് ആക്ച്വലി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കൂടെ. ആക്ച്വലി ഈ ഒരു പഠനം നമ്മൾ ഇത് ആക്ച്വലി എന്താണെന്നറിയോ പറയുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് 2 പേര് ജോലിക്ക് പോയി. ഓക്കെ, രണ്ടുപേര് ജോലിക്ക് പോയി എന്നുള്ളതല്ല. ഒരു മരമില്ല്, ആ മരമില്ലിൽ ഒരാൾ പുതുതായിട്ട് ജോലിക്ക് വരണം. അയാളുടെ പേര് ജോർജ്, വേറെ ആളുടെ പേര് ജെയിംസ്. ഓൾറെഡി ജോലി ചെയ്യുന്ന ആളാണ് ജെയിംസ്. അവിടെ മരം വെട്ടുന്നുണ്ട്. ഓക്കെ, മഴയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മരം വെട്ടുന്നുണ്ട്. വർഷങ്ങളായിട്ട് മരം വെട്ടുന്ന ആളാണ് ജെയിംസ്. ജോർജ് അവിടെ ജോലിക്ക് വന്നു. ജോലിക്ക് വന്നിട്ട് ജോർജ് മരം വെട്ടാൻ തുടങ്ങി. വൈകുന്നേരം ആയപ്പോൾ ക്യാഷ്, ജോലിയൊക്കെ കഴിഞ്ഞവർ പോകുന്ന സമയത്ത് ക്യാഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നു. മുതലാളി എന്ത് ചെയ്തു? പുതുതായിട്ട് വന്ന ജോർജിന് എന്ത് ചെയ്തു? കൂടുതൽ ക്യാഷ് കൊടുത്തു. ജെയിംസിന് പഴയ പോലെ തന്നെ. അപ്പോൾ ജെയിംസ് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഇത്രയും കാലമായിട്ട് പണിയെടുക്കുന്നതാണ്, എനിക്കിവിടെ സീനിയോറിറ്റി കൂടെ ഉണ്ട്, അതുപോലും പരിഗണിക്കാതെ പുള്ളി പുതിയതായിട്ട് വന്ന ആൾക്ക് ക്യാഷ് കൊടുത്തു. മുതലാളി പറഞ്ഞു അവൻ കൂടുതൽ വെട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ്, ശരിയാ, എന്നാൽ നാളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ജോലിക്ക് പോയി. പിറ്റേ ദിവസം തിരിച്ചു വന്നപ്പോൾ ഇവൻ ജെയിംസ് കടന്നിട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. വൈകുന്നേരമായി. അപ്പോൾ ജെയിംസ് നോക്കുമ്പോൾ ജോർജ് അടക്കം ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ജെയിംസ് തീരുമാനിച്ചു, ഇന്ന് എന്തായാലും ഞാൻ കൂടുതൽ വെട്ടിയിട്ടുണ്ടാവും. രണ്ടുപേരും ജോലി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അന്നും ജോർജിന് കൂടുതൽ ക്യാഷ് കൊടുത്തു. ജെയിംസിന് സെയിം ക്യാഷ് അദ്ദേഹം വെട്ടിയതിനുള്ള കൊടുത്തത്, പക്ഷെ കൂടുതൽ ജോർജിന് തന്നെയാണ് കൊടുത്തത്. ജെയിംസ് പ്രശ്നം ഉണ്ടാക്കി വീണ്ടും. ഞാനിന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താണ്, ഒരുപാട് വെട്ടിയിട്ടുണ്ട്, അവൻ പലപ്പോഴും അവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു, ആ സമയത്ത് പോലും ഞാൻ നിർത്താതെ പണിയെടുത്തിട്ടുണ്ട്, എനിക്ക് കൂലി കൂടുതൽ തന്നില്ല. അത് എനിക്കറിയില്ല. മുതലാളി പറഞ്ഞു എനിക്കറിയില്ല, അവൻ്റെ അളവ് നോക്കുമ്പോൾ അവനാണ് കൂടുതൽ വെട്ടിയിട്ടുള്ളത്, കൂടുതൽ മരം വെട്ടിയിരിക്കുന്നത് അവനാണ്. ഓക്കെ, നീ അവനോട് തന്നെ ചോദിച്ചു അവൻ്റെ സീക്രട്ട് എന്താ. അവൻ നേരെ ജോർജിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എടോ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വെട്ടിയിട്ടുണ്ട്, നീ അവിടെ വെറുതെ ചുമ്മാ പലപ്പോഴും റെസ്റ്റ് എടുക്കുകയായിരുന്നു, ആ സമയത്ത് പോലും ഞാൻ പണിയെടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എനിക്ക് വെട്ടാൻ പറ്റില്ല, തൻ്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ വെട്ടുന്നത് കാണുന്നുണ്ടായിരുന്നു അല്ലേ? കാണുന്നുണ്ടായിരുന്നു. ഞാൻ റെസ്റ്റ് എടുക്കുന്നത് കാണുന്നുണ്ടായിരുന്നില്ലേ? ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ മഴ മൂർച്ച കൂട്ടായിരുന്നു. നീ നിൻ്റെ മഴ മൂർച്ച കൂട്ടിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു. അപ്പോഴാണ് ജെയിംസ് എന്ത് ചെയ്യുന്നത്? ചിന്തിക്കണം. നമ്മൾ അധികം ആൾക്കാരും ചെയ്യുന്ന കാര്യം ഇതാണ്, നമ്മൾ മൂർച്ച കൂട്ടില്ല. ഇപ്പോൾ നിമ്മി ഇവിടെ ചെയ്യുന്നത് മഴു മൂർച്ച കൂട്ടാണ്. നിമ്മിയുടെ മൈൻഡാണ് മഴു. ഈ മഴ മൂർച്ച കൂട്ടൽ ആവശ്യമാണ് എന്തിനും?
എടുക്കുന്ന പണി മരം വെട്ടെന്ന് പറഞ്ഞ പോലെ എടുക്കുന്ന പണി പഠനമാണ്. നിമിക്ക് പഠിക്കാനുണ്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അതെ ആ പണി അതെ എടുക്കാൻ കുറച്ച് കൂട്ടാണ് നിമ്മി ചെയ്യുന്നത്. സോ യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്, കീപ് ഡൂയിങ് ഇറ്റ്, യു നീഡ് ഇറ്റ്. ഒരു ഒരു ഡെയിലി ഒരു 2 hour അല്ലെങ്കിൽ 1 hour അതിനുവേണ്ടി മാറ്റി വയ്ക്കുക, മൂർച്ച കൂട്ടാൻ വേണ്ടി. ബാക്കി 24 മണിക്കൂറുണ്ട്, അതിൽ എത്ര സമയം വേണമെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം പഠനം സ്ട്രോങ് ആവും, മൈൻഡ് എപ്പോഴും ഇങ്ങനെ ഫയർ ചെയ്ത് നിൽക്കും, നല്ല ക്ലാരിറ്റി വരുന്നില്ല. ഓരോന്നും പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കയറുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യാതെ പോകരുത്. എല്ലാം എടുക്കുക, അപ്പം എന്ത് ചെയ്യണം, മൈൻഡിൽ നിന്ന് അത് എടുത്തിട്ട് എന്ത് ചെയ്യണം, പ്ലാനാക്കി മാറ്റണം. ശരിക്കും ശ്രദ്ധിച്ചു, ഒന്നുകൂടെ പറയാണ്, മൈൻഡിൽ നിന്ന് അത് എടുത്തിട്ട് എഴുതി പ്ലാനാക്കി വെക്കുക. മൈൻഡിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. മൈൻഡിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയൂല, മൈൻഡ് ഓവർലോഡ് ആവും. കാരണം ഞാൻ ഇത് കേൾക്കുന്ന ഐഡിയാസും സംഗതികൾ ഓരോ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ കേൾക്കട്ടെ. സോ മൈൻഡ് വിൽ ബി ലൈക്ക് എനിത്തിങ്, ഇത് ഓവർലോഡ് ആവും. അതാണ് നേരത്തെ പറഞ്ഞത്, പോസിറ്റീവ് തിങ്കിങ് ഓവറായി എന്ത് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യു ഓൾവേസ് ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എഴുതുന്ന ബുക്കുകളാണ്. ഇതൊരു ബുക്കാണ്, കുറേ ഐഡിയാസ് എഴുതാനുള്ളതാണ്. ഇത് വേറെ ബുക്കാണ്, കുറേ അസൈൻമെന്റ്സ് എഴുതാനുള്ളതാണ്. ഇത് വേറൊരു ബുക്കാണ്, മറ്റൊരു അസൈൻമെന്റ്സ് എഴുതാനുള്ള. ഇത് വേറൊരു ബുക്കാണ്, എൻ്റെ മന്ത്ലി പ്ലാൻസ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് വേറൊരു ബുക്കാണ്, എൻ്റെ ക്വാർട്ടർലി പ്ലാൻസ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് വേറൊരു ബുക്കാണ്. കാരണം അത്രയ്ക്കും ഐഡിയാസ് എൻ്റെ തലയിൽ വരും. ഓൾവേസ് കീപ് ഇറ്റ് യുവർ ഐഡിയാസ് ഓർഗനൈസ്ഡ് ഇൻ എ ബുക്ക്. റൈറ്റ് ഡൗൺ. ഇതിന് പുറമെയാണ് ഈ സ്റ്റിക്കി നോട്ട്സ്. സോ ഓൾവേസ് റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങളുടെ ബ്രെയിൻ ഫ്രീ ആക്കിയിരിക്കുക, ബ്രെയിൻ മൂർച്ച കൂട്ടി റെഡിയാക്കി വെക്കുക. ഓക്കെ, ഒരു 3-4 ബുക്ക് വാങ്ങുക. ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്ത് തീർക്കണം, മാസത്തേത് പ്ലാൻ എന്ത് ചെയ്യാതെ എഴുതുക. അത് പിന്നീട് അതൊക്കെ ഉണ്ട് സാർ, അതിനൊന്നും ഒരു കുറവില്ല. എന്നിട്ട് അത് വീക്കിലിയിലേക്ക് പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വീക്കിലിയിലേക്ക് പ്ലാൻ ചെയ്തിട്ട് അന്നത്തെ ഡ്യൂട്ടി എന്താണോ ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അതിന് പുറമെ നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ പഠിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതെങ്ങനെ ഇതിന് തടസ്സമാകുന്ന ഒരു കാര്യമുണ്ട്, അതാണ് നമ്മൾ ഹീലിങ്ങിലൂടെ ചെയ്യാൻ പോകുന്നത്. ഇതിനൊക്കെ പുറമെയാണ് നമ്മൾ ട്രോമ ഹീലിംഗ് ചെയ്യുന്നത്. ട്രോമ ഹീലിംഗ് ചെയ്യുമ്പോൾ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ആവും. അത് ക്ലിയർ ആവുന്നതോടുകൂടി ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഗതിയൊക്കെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്, എനർജിയിലേക്ക് നിങ്ങൾ വരാൻ. നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട്. ഈ പ്ലാനിങ് ഒരു സൈഡിലൂടെ നടക്കാനുണ്ട്, പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. പുറമെ ഹീലിംഗ് നടക്കാനുണ്ട്, എനർജി ഷിഫ്റ്റിംഗ്. ഈ എനർജി ഷിഫ്റ്റിംഗ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുമ്പോഴാണ് ഒരാൾ അയാളുടെ പീക്ക് പെർഫോമൻസിലേക്ക് വരുന്നത്. ഓക്കെ, ആ പീക്ക് ഇത് എന്ന് വെച്ചാൽ ഈ നോട്ട്സ് ഇത്രയും എഴുതുമ്പോൾ ക്ലാരിറ്റി കൂടുന്നുള്ളതാണ്. തിങ്കിങ് ക്ലാരിറ്റി കൂടും, നമ്മുടെ വിഷൻ ക്ലാരിറ്റി കൂടും, ഗോൾ ക്ലാരിറ്റി കൂടും, ആക്ഷൻ ക്ലാരിറ്റി കൂടും. അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആകും. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ, നമുക്ക് നമ്മുടെ എനർജി കറക്റ്റായിട്ട് അലൈൻഡ് ആവണം. അത് അലൈൻഡ് ആവാനാണ് ഹീലിംഗ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ വരുന്നതാണ് നമ്മുടെ പ്രോഗ്രാം. അതുകൊണ്ടാണ് പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. യു ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ. ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കാം, അതിൻ്റെ മുന്നോട്ട് വരാം. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇനി കുറച്ച് ദിവസം നിങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ, ബാക്ക് ടു യുഎഇ പോവാണോ ഹർഷദ്? ഓക്കെ, വെരി പോയിട്ട് വരൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ then. Thank you so much. Have a great day. Thank you so much. Thank you everyone. താങ്ക് യു സാർ. കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ അല്ലേ? ഓ, ഉണ്ടാവും. താങ്ക് യു സാർ. വലിയൊരു ബുദ്ധിയോടുണ്ട്. ഒരു മകനെ കാണാനുള്ള ഒരു പൂതി. അതുണ്ടാവട്ടെ, ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവണം, അപ്പോഴല്ലേ ഒരു വിലയുള്ളൂ. നല്ല ക്ലാസ് ലെവലൊക്കെ തരുന്നുണ്ട്, എങ്കിലും നിങ്ങളെ കാണുമ്പോ ഒരു സമാധാനമാണ്. അതെ, ഇനിയിപ്പോ എന്നെ മാത്രമായിട്ട് കണ്ടാ പോരാ, മകനായിട്ട് ബാക്കിയുള്ളവരെ മകളായിട്ട് എല്ലാരും കാണുന്നുണ്ട്. എല്ലാരും ക്ലാസ്സിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഓരോ ക്ലാസ് ഒഴിവാവില്ല. ഓക്കെ. അവര് നിങ്ങളുടെ മക്കളായിട്ട് കാണാം. ഓക്കെ, ഹാപ്പിയായിട്ട് പോകും. അപ്പൊ കുറെ മക്കളുണ്ടാവും, അപ്പൊ വലിയ സന്തോഷം. ശരി, താങ്ക് യു. സീ യു ടുമോറോ. ഓക്കെ, നാളെ കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.